നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. നവകേരള സദസ്സ് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഭരണ സംവിധാനത്തെ തന്നെ കായികമായി കടന്നാക്രമിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമോ? CPIM DYFI പ്രവർത്തകരെ ആക്രമിക്കാൻ VD സതീശൻ പരസ്യമായി ആഹ്വാനം ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ പൊതു നിലപാടാണോ? പോലീസിൻ്റെ ലാത്തി വാങ്ങി അവരെ തന്നെ തിരിച്ചടിക്കുന്ന സമരക്കാരെ പുതിയ ജനാധിപത്യ കേരളം അംഗീകരിക്കുന്നുണ്ടോ? വ്യാപകമായി ആക്രമണം നടത്തി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് പറയുന്നത്. നവകേരള സദസ്സിന് വിചാരണ സദസ്സിലൂടെ മറുപടി പറയാൻ തീരുമാനിച്ചുറച്ച് ഇറങ്ങിത്തിരിച്ച UDFൻ്റെ നേതൃ പാർട്ടിക്ക് ഈ വകതിരിവ് കേട് എന്തുകൊണ്ട്? ലക്ഷങ്ങളുടെ പിന്തുണ നവകേരള സദസ്സിന് കിട്ടിയതും കേരള രാഷ്ട്രീയത്തിൽ നവകേരള സദസ്സിന് മുൻപും പിൻപും എന്ന വിഭജനമുണ്ടായതും പിണറായിയും സർക്കാരും പ്രതിപക്ഷത്തിന് രാഷ്ട്രീയമായി ഒന്ന് തൊടാൻ പറ്റാത്ത ഉയരത്തിൽ ജനഹൃദയങ്ങളിൽ നിറഞ്ഞതും കോൺഗ്രസ് നേതാക്കളെ പ്രകോപിപ്പിച്ചോ? നാളെ വട്ടിയൂർക്കാവിൽ നിറഞ്ഞ സദസ്സിൽ തന്നെ സദസ്സ് അവസാനിക്കുമ്പോൾ രാഷ്ട്രീയ കേരളം 24-ലും അതിനപ്പുറവും ആരുടെ കൂടെ എന്നതിന് ഉത്തരമാകുകയാണോ? LDFന് കിട്ടിയ ഈ മേൽക്കോയ്മയിൽ മനം നൊന്ത് UDF കലാപാഹ്വാനം നടത്തുകയാണോ? ഇക്കാര്യത്തിൽ UDFൽ എല്ലാ കക്ഷികളും ഒറ്റക്കെട്ടാണോ? BJP നയിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള വിവേചനം നവകേരള സദസ്സിലൂടെ പുറത്ത് ചർച്ചയാകുമ്പോൾ ഫാസിസ്റ്റ് സംഘങ്ങൾക്ക് മറുപടി പറയാൻ കേരളത്തിൽ LDFന് മുകളിൽ ആരുണ്ട് എന്ന ചോദ്യം ഉയരുകയാണോ? മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി എതിർത്തിട്ടും നവകേരള സദസ്സ് തകർക്കാൻ ആർക്കും ആയില്ല എന്ന സർക്കാർ വാദത്തിന് ഈ ക്ലൈമാക്സ് ഘട്ടത്തിൽ എന്തു മറുപടി പറയാനുണ്ട് കോൺഗ്രസിനും BJPക്കും? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നു. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIMനെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് LG ലിജീഷ്, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ് എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ ജേക്കബ് ജോർജിലേക്ക് ഞാൻ പോവുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ ഇവിടെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങൾ അങ്ങ് ശ്രദ്ധിച്ചു കാണും. ഒപ്പം അതിന് തൊട്ടു മുൻപ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പാറശാലയിൽ സംസാരിക്കുന്നതാണ്. എന്താണ് നവകേരള സദസ്സിലൂടെ സർക്കാർ ലക്ഷ്യം വെച്ചത് എന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ നവകേരള സദസ്സിലൂടെ എല്ലാവരെയും ഒത്തുചേർത്ത് കൂടെ നിർത്തി ജനങ്ങളോട് കേരളത്തിൻ്റെ സ്വരം കേൾപ്പിക്കുക, ഇത് കേന്ദ്ര സർക്കാരിനെ കേൾപ്പിക്കുക, കേരളത്തോടുള്ള വിവേചനം അവസാനിപ്പിക്കണം, തരാനുള്ളത് തരണം എന്നറിയിക്കുക, ഇതൊക്കെയാണ് സർക്കാർ ഉദ്ദേശിച്ചത്. പക്ഷെ തുടക്കം മുതലേ തന്നെ കൂടെ നിൽക്കാതെ ബഹിഷ്കരിക്കുന്ന നിലപാടുമായി പോയ പ്രതിപക്ഷത്തിന് തികച്ചും അവരുടെ ബഹിഷ്കരണ തീരുമാനം തെറ്റാണെന്ന് ഇപ്പോൾ തെളിയുകയാണോ? ഈ രാഷ്ട്രീയ കേരളം ഈ നവകേരള സദസ്സ് തുടങ്ങുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നോ അതിൽ നിന്ന് ഇപ്പോൾ സർക്കാർ തന്നെ, അല്ലെങ്കിൽ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയും മുന്നണിയുമൊക്കെ ആ രാഷ്ട്രീയത്തെ അങ്ങ് പിടിച്ചെടുത്തു എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? പ്രതിപക്ഷത്തിന് തെറ്റിപ്പോയോ? ലാലെ, കേരള രാഷ്ട്രീയത്തിൽ എന്നല്ല, ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ സംസ്ഥാന തലങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു രാഷ്ട്രീയമായ ഒരു പരിപാടി ഒരു സർക്കാർ നേതൃത്വം കൊടുത്ത് നടപ്പിലാക്കുന്ന ഒരു പരിപാടി, കേരളം മുഴുക്കിയ ഒരു പര്യടനം, അതിൻ്റെ മുഴുക്കിയ മന്ത്രിസഭ അംഗങ്ങൾ, ഉദ്യോഗസ്ഥന്മാർ, ഇവരെല്ലാവരും കൂടി നടത്തുന്ന ഓരോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെ നടത്തുന്ന പ്രവർത്തനം, അതൊരു വലിയ സംഭവം തന്നെയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു നാഴികക്കല്ലാണത്, സംശയമൊന്നുമില്ല. പക്ഷേ അതെന്ത് നേടി എന്നുള്ളത് തീർച്ചയായിട്ടൊരു വലിയ ചോദ്യമാണ്. ഇടതുപക്ഷത്തിൻ്റെ സജീവ പിന്തുണയുള്ള ഒരു നേതാവ് പിണറായി വിജയൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ, അതിൻ്റെ രാഷ്ട്രീയമായിട്ട് പിന്തുണയുണ്ട്. ആ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത, ഭരണത്തുടർച്ച നേടി അധികാരത്തിൽ വന്ന പിണറായി ഗവൺമെൻറ് എന്ന വിശേഷണം കൂടിയുണ്ട്. സ്വാഭാവികമായിട്ടും അതിന് ഒരു ഇരട്ടിച്ച പിന്തുണ ഉണ്ട് എന്ന് പറയാം. അങ്ങനെ പിന്തുണയുള്ള, സജീവമായ പിന്തുണയുള്ള ഒരു രാഷ്ട്രീയ നേതാവ്
അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടൊപ്പം നടത്തുന്ന ഇതുപോലെയുള്ളൊരു പര്യടനത്തിന് അതിൻ്റേതായ ജനപിന്തുണ പ്രത്യക്ഷമായി തന്നെ കിട്ടും, സംശയമൊന്നുമില്ല. പക്ഷേ ഇതെന്ത് ആത്യന്തികമായി നേടി എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് വിശദമായിട്ട് ചർച്ച നടത്തേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് ഇപ്പോഴതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും കേരളത്തിൻ്റെ പൊതു സ്വഭാവത്തെക്കുറിച്ച് വളരെ വ്യക്തമായ പൊതുവായ പ്രശ്നങ്ങളെക്കുറിച്ചൊരു വ്യക്തമായൊരു ധാരണയുണ്ടാക്കി കാണണം. അതേസമയം ഗവൺമെൻറ്റിൻ്റെ ഇപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ അവസാനത്തെ വാചകങ്ങൾ കേരളത്തെ ഞെരുക്കാനാണ്. അതിനകത്ത് രാഷ്ട്രീയം, ഒരു രാഷ്ട്രീയ നേതാവ് എന്ത് കാണിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് നടപടി സ്വീകരിച്ചാലും അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നയാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചതിൽ എനിക്ക് തോന്നുന്നു ഈ മൊത്തം യാത്രയുടെ ആപ്തവാക്യം അതുതന്നെയാണ്. അതായത് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു, കേരളത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, കേരളത്തെ പിന്നോട്ടടിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിക്കുന്ന ബി ജെ പി സർക്കാരിനും പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസിനെ അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് രാഷ്ട്രീയമാണ്, സംശയമൊന്നുമില്ല. ഈ രാഷ്ട്രീയത്തെയാണ് നേരത്തെ ലാല് ചോദിച്ചതുപോലെ പ്രതിപക്ഷം എന്തിനെ എതിർക്കുന്നു എന്നുള്ളത്. പ്രതിപക്ഷത്തിനും രാഷ്ട്രീയമുണ്ട് ലാലെ. ഞാൻ പറയുന്നു, പ്രതിപക്ഷം എതിർക്കുന്നതിനകത്ത് അതിനകത്ത് അവരെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ആ എതിർപ്പ് അവരുടെ രാഷ്ട്രീയമാണ്, അവരുടെ ധർമ്മമാണ്. പക്ഷേ ഇതിലേതാണ് കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത്, ഇതിലേതാണ് ജനങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ളത് എന്നുള്ളതാണ് ചർച്ചാ വിഷയം. അത് അടുത്ത ഘട്ടത്തിൽ. ശ്രീ ജേക്കബ് ജോർജ്, ഒരു കാര്യം കൂടി താങ്കൾ വളരെ കൃത്യമായി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കാര്യത്തിൽ തുടക്കത്തിൽ നവകേരള സദസ്സ് എന്താണ് എന്നുള്ളത് സംശയത്തോടു കൂടി നോക്കിക്കണ്ടിരുന്നവർക്ക് അത് പോകെ കേരളത്തിൻ്റെ ആദ്യ വടക്കേ അറ്റത്ത് നിന്ന് അത് വന്ന് ഇങ്ങോട്ട് എത്തുമ്പോഴാണ് അത് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ പ്രസംഗിച്ച് ജനങ്ങളിലേക്ക് എന്താണ് അവർ പറയാൻ ശ്രമിച്ചത് എന്നുള്ളത് കൂടുതൽ കൃത്യമാകുന്നത്, അല്ലെങ്കിൽ അവർ തന്നെ അതിനൊരു രൂപത്തിലേക്കാക്കി മാറ്റി ജനങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നത്. അവിടെയാണ് പ്രതിപക്ഷത്തിൻ്റെ റോൾ ഒരുപക്ഷെ അവർ ബഹിഷ്കരിക്കാതെ തന്നെ അതിനോടൊപ്പം നിന്ന് ആ സദസ്സ് അവരുടേത് കൂടി ആക്കി എടുക്കേണ്ടിയിരുന്നു എന്ന നിരീക്ഷണങ്ങൾ നമ്മൾ കേട്ടു തുടങ്ങിയത്. അവിടെയാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ അവരുടെ എതിർപ്പിനും ഒരു രാഷ്ട്രീയമുണ്ട്, അത് അവർക്ക് എതിർത്തേ പറ്റൂ. അതിൻ്റെ വില എത്രയാണെന്നുള്ളത് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഈ സർക്കാർ എന്താണ് നേടിയത് എന്നത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ആത്യന്തികമായി ഇപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ ലാഭമാർക്ക് എന്നിടത്ത് കേന്ദ്രത്തെ എതിർക്കുന്ന BJP സർക്കാർ കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന വിവേചനത്തെ ജനങ്ങളോട് അവതരിപ്പിക്കുന്നതിൽ ഇപ്പോൾ ഞങ്ങൾ തന്നെയാണ് എന്ന് മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും പറയാൻ പറ്റുന്നിടത്ത് അവിടെ എതിർചേരിയിൽ BJPക്കൊപ്പമാണ് തങ്ങൾ എന്ന് പ്രതിപക്ഷത്തെ കൊണ്ടുവന്ന് നിർത്താൻ അവർക്ക് സാധിച്ചിരിക്കുന്നു എന്നൊരു ചിത്രമില്ലേ ഇപ്പോൾ? അതാണ് ലാൽ, ഞാൻ അതിനോടാണ്, ആ പോയിന്റിലേക്കാണ്, ആ വിഷയത്തിലേക്കാണ് ഞാനും കടക്കുന്നത്. ഈ യാത്ര അവസാനിക്കുമ്പോൾ നമുക്ക് ആവർത്തിച്ച് പറയാവുന്ന ഒരു കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും തലയെടുപ്പുള്ള ഒരു നേതാവാണ്. അദ്ദേഹം ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു കാര്യം ആസൂത്രണം ചെയ്യുമ്പോൾ, ഒരു കാര്യം പറയുമ്പോൾ, രേഖപ്പെടുത്തുമ്പോൾ, എഴുതുമ്പോൾ, ഒരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് അദ്ദേഹത്തിൻ്റെ പരിചയസമ്പത്തും വിശാലമായൊരു കാഴ്ചപ്പാടുമുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ അതിന് ഒരു വലിയ വിലയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വളരെ ഒട്ടും ഉദ്ദേശമില്ലാതെ നടത്തിയതല്ല. മുമ്പ് കോവിഡ് കാലത്തും പ്രളയകാലത്തും അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യം നമ്മൾ കണ്ടതാണ്. ഒരു ടെലിവിഷൻ്റെ മുമ്പിൽ 1 മണിക്കൂർ ഇരുന്ന് സംസാരിച്ച് ജനങ്ങളുമായിട്ട് ജനങ്ങളുടെ മനസ്സിനെ കയ്യിലെടുത്തത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ അകത്തൊരു രാഷ്ട്രീയമുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ കേരളത്തിൻ്റെ ഈ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു പുതിയ ഘട്ടത്തിൽ എത്തിക്കുക എന്നൊരു ദൗത്യമാണ് അദ്ദേഹം നിർവഹിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാസർഗോഡ് മുതൽ ഇപ്പോൾ ഇങ്ങേ കാട്ടാക്കട വരെ, തിരുവനന്തപുരം വരെ ഉള്ള സ്ഥലങ്ങളിലൂടെ കടക്കുമ്പോൾ, മണ്ഡലങ്ങളിലൂടെ കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ഒരു ജനക്കൂട്ടത്തിൻ്റെ പിന്തുണ അദ്ദേഹത്തിന്, പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും ഗവൺമെൻറ്റിനും കിട്ടി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷം അതിനെ എത്ര കണ്ട് മലീമസമാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും പ്രതിപക്ഷ നീക്കം വളരെ ശക്തമായിരുന്നു. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരുടെ അവരുടെ പ്രകടനം, അവരുടെ പെർഫോമൻസ് എന്ന് തന്നെ പറയാം, വളരെ വളരെ ശക്തമായിരുന്നു. അതിൻ്റെയൊക്കെ ആകത്തുക എന്ത്?
ഹരിച്ചും ഗുണിച്ചും കൂട്ടിയും കുറച്ചും നമുക്ക് എവിടെ എത്താം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം എന്നാണ് ഞാൻ പറയുന്നത്. ശരി, അത് കണക്ക് കൂട്ടി തീരുമാനമെടുക്കേണ്ടത് ജനങ്ങളാണ്. അക്കാര്യത്തിൽ പിണറായി വിജയനും സർക്കാരിനുമൊക്കെ ഒരു നിശ്ചയമുണ്ട്. അവർ കണക്ക് കൂട്ടിയിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. അവർക്ക് അവരുടെ പ്രസംഗങ്ങളിൽ അവരുടെ മുഖത്ത് ഒക്കെ ആ ആത്മവിശ്വാസം വിരിയുന്നുമുണ്ട്. അവിടെയാണ് ശ്രീ എൻ ശ്രീകുമാർ, പ്രതിപക്ഷത്തിൻ്റെ മുഖത്ത് അങ്ങനെ ഉണ്ടോ? വി ഡി സതീശനും കെ സുധാകരനും ഒത്തുചേർന്ന് അങ്ങനെ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കാൻ ആകുന്നുണ്ടോ? യൂത്ത് കോൺഗ്രസ്സിന് ഈ പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ വിശ്വാസത്തിന് മുതൽക്കൂട്ടാകാൻ പറ്റുന്നുണ്ടോ? പ്രതിപക്ഷ മുന്നണിക്ക് UDFന് അത് ഒറ്റക്കെട്ടാണ് എന്ന് ജനങ്ങളുടെ മുമ്പാകെ പറയാൻ പറ്റുന്നുണ്ടോ? മുസ്ലിം ലീഗിന് കാണുന്നില്ലല്ലോ ഈ പറയുന്ന റോഡിലെ ആവേശം എന്ന് പിണറായി സർക്കാർ, മന്ത്രിമാർ ഒക്കെ ആവർത്തിച്ച് ചോദിക്കുന്നിടത്ത് ഉത്തരം പറയാൻ ഇപ്പോഴും മുസ്ലിം ലീഗ് നേതാക്കൾ ഈ തെരുവ് പെർഫോമൻസ് എന്ന വാക്ക് നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് ഉപയോഗിച്ചത് ഞാൻ വീണ്ടും എടുത്തുപയോഗിക്കുന്നു. ആ പെർഫോമൻസിൽ കാണാത്തത്, ഇതിനൊക്കെ ഉത്തരമുണ്ടോ? ശ്രീ എൻ ശ്രീകുമാർ, നാളെ തീരുകയാണ് ഈ യാത്ര. നിറഞ്ഞ സദസ്സിൽ ഒരു സിനിമ തിയേറ്റർ വിടാറില്ല, പക്ഷേ നിറഞ്ഞ സദസ്സിൽ തന്നെ ഈ യാത്ര അവസാനിപ്പിക്കുന്നിടത്ത് മറ്റൊന്നിൻ്റെ തുടക്കമാകാം. അവിടെ കാണുന്നുണ്ടോ കാര്യങ്ങൾ? ഡോക്ടർ ലാൽ, ആദ്യമേ തന്നെ പറയട്ടെ, ഞാൻ ജേക്കബ് ജോർജും ഒക്കെ കേരള പത്രപ്രവർത്തക യൂണിയൻ്റെ ഭാരവാഹികളായിരുന്നു. ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ എറണാകുളത്ത് 24 ന്യൂസിലെ VG വിനീത എന്ന റിപ്പോർട്ടർക്കെതിരെ പോലീസ് എടുത്ത കള്ളക്കേസ്, ആ കള്ളക്കേസിനെതിരെ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കുള്ള ശക്തമായ പ്രതിഷേധം, അമർഷം ഞാൻ ഈ കൈരളി ചാനലിലൂടെ ഇവിടെ ആദ്യമായിട്ട് പ്രകടിപ്പിക്കുകയാണ്. ഗൂഢാലോചന റിപ്പോർട്ട് ചെയ്താൽ അത് ഗൂഢാലോചനയാകുന്ന പിണറായി വിജയന്റെ ഭരണകാലത്താണ് നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നതും എന്ന് ഞാനിവിടെ ലാലിനോട് സൂചിപ്പിക്കുകയാണ്. അത് നിയമപരമായി നേരിടുമെന്ന് ചീഫ് എഡിറ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ ആ മാധ്യമത്തിന്റെ. അല്ല, ഞാൻ പറയുന്നത് കേരളത്തിലെ, ഇത് കേന്ദ്രത്തിലെ നമ്മൾ മാധ്യമ വേട്ടയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ബാധവരാതെ ഞാനും ശ്രീ ജേക്കബ് ജോർജും ഒക്കെ. ഇത് കേരളത്തിലാണ്. റിപ്പോർട്ട് ചെയ്താൽ കേസെടുക്കുക. പാഠം പഠിച്ചിട്ടില്ല, അഖിലാനന്ദകുമാറിന്റെ പാഠം പഠിച്ചിട്ടില്ല, എന്നിട്ട് ഇപ്പോഴും കേസെടുക്കുക ഈ പോലീസ്. അവിടെ നിൽക്കട്ടെ, അത് ഇവിടെ നമ്മുടെ ചർച്ചാ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിച്ചു എന്ന് മാത്രം. പക്ഷെ തെളിവുകൾ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ ഈ കാര്യങ്ങൾ വരട്ടെ, പുറത്തു വരട്ടെ, അതൊരു കേസാണല്ലോ. ആ തെളിവുകൾ എന്ന് പറയുന്നത് 15 തവണ കേസുകാരനായിട്ട് സംസാരിച്ചു. അത് മാധ്യമപ്രവർത്തകൻ എത്ര തവണയാണ് സംസാരിക്കുക എന്നുള്ളത് എനിക്കും ജേക്കബ് ജോർജിനും ഒരു പരിധി വരെ ലാലിനോ നന്നായിട്ട് അറിയുന്ന കാര്യമായിരിക്കും. അത് നമ്മളത് ചർച്ചാ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഈ നവകേരള സദസ്സ് സമാപിക്കുമ്പോൾ ചരിത്രം അതിനെ രേഖപ്പെടുത്തുക. അടിയും പിടിയും കോലാഹലവും അതുപോലെ തന്നെ പോലീസിനെതിരായ അക്രമവും പോലീസിനോട് ചേർന്നുള്ള DYFIയുടെ അക്രമവും പോലീസ് ജീപ്പ് കത്തിച്ച SFIക്കാരുടെ ശ്രമങ്ങളും എല്ലാം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറി. ഇവിടെ ജനങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിട്ട് നവകേരള സദസ്സിന് മാറാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ആ സദസ്സ് പരിപൂർണ പരാജയം എന്നതിന്റെ തെളിവാണ്. ശ്രീകുമാർ, താങ്കൾ ഇപ്പോൾ പറഞ്ഞ ആ ഒരു വിശേഷണം കൊല്ലം ജില്ല കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തേക്ക് കടന്നപ്പോഴാണ് നവകേരള സദസ്സിന്റെ കാര്യത്തിൽ ഉണ്ടായത്. അതിന്നിപ്പോ മന്ത്രിമാരൊക്കെ പറയുന്നുണ്ട് ഈ പ്രസംഗിക്കുന്നിടത്ത്. ഹർത്താലോടുകൂടി സ്വീകരിക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് വിചാരിച്ചിരുന്നതും അവർ പ്ലാൻ ഇട്ടിരുന്നതും എന്നാണ്. പക്ഷേ അത് പോലീസിന്റെ സംയമനത്താൽ തകർന്നു എന്നാണ്. അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോ എന്താണ്, അതായത് ഒരു DYFI പ്രവർത്തകരെ പോലീസിന്റെ കൂടെ നടന്നിട്ട് യൂത്ത് കോൺഗ്രസിനെ തല്ലുന്നു. ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഈ തല്ലല്ല അതിന്റെ കാര്യം. അതായത് നവകേരള സദസ്സ് എറണാകുളം ജില്ല വിട്ട ശേഷം ജനങ്ങളുടെ പ്രതികരണം മനസ്സിലായി. UDFന് അനുകൂലമായ നിലപാടുകൾ മനസ്സിലായി. ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളുടെ മനസ്സിന്റെ ആ ഒരു നീക്കം എങ്ങോട്ടാണെന്ന് മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാടെടുത്തത്. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസും KSUവും കൊല്ലത്ത് KSUവും യൂത്ത് കോൺഗ്രസും ഒക്കെ നടത്തിയ പരിപാടികൾക്ക് വലിയ ജനപിന്തുണ ഇന്ന് കിട്ടിയെന്ന് മാത്രമല്ല, ഇന്ന് സത്യസന്ധമായിട്ട് ശ്രീ ജേക്കബ് ജോർജ് അടക്കം അതേ ഒരു വാചകത്തിൽ അത് സൂചിപ്പിച്ചു. അത് നല്ല കാര്യം. അതായത് യൂത്ത് കോൺഗ്രസും KSUവും UDFും ഉണ്ടാക്കിയ നേട്ടം നിസാരമല്ല.
നവകേരള സദസ്സിനെ കവച്ചു വെക്കുന്ന ജനഹിത പരിശോധന നേടിയെടുത്തത് ഈ യൂത്ത് കോൺഗ്രസും UDF-ഉം കോൺഗ്രസുമാണ്. അതുകൊണ്ട് അവരുടെ ഗ്രാഫ്, പ്രതിപക്ഷ നേതാവിന്റെ ഗ്രാഫ്, പ്രതിപക്ഷ നേതാവിന്റെ ജനങ്ങൾക്കിടയിലുള്ള മതിപ്പ് പിണറായി വിജയന്റെ 10 മടങ്ങാക്കി വർദ്ധിപ്പിക്കാൻ കാരണക്കാരന് പിണറായി വിജയൻ തന്നെയാണ്. യൂത്ത് കോൺഗ്രസും KSUവും ഒക്കെ ഈ നവകേരള സദസ്സിനോട് പ്രതികരിച്ചുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ സമരവും റോഡിലെ പെർഫോമൻസും ഒക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ നവകേരള സദസ്സിനപ്പുറം KSUവിനൊക്കെ പ്രതികരിക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് ഇന്ന് ഈ നവകേരള സദസ്സിലെ പ്രസംഗങ്ങളിൽ കേട്ടത്. ഇപ്പോൾ സെനറ്റിലേക്ക് ഗവർണർ സംഘപരിവാറുമായി ബന്ധപ്പെട്ട ആളുകളെ എടുത്ത കാര്യത്തിൽ KSUവിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? അവർ അക്കാര്യത്തിൽ ഇപ്പോൾ എവിടെയാണ് സമരം നടത്തുന്നതായി കാണുന്നത്? അവരുടെ മുദ്രാവാക്യം എവിടെ? അവിടെ അതിനൊക്കെ അപ്പുറം നവകേരള സദസ്സ് പ്രതിപക്ഷത്തിന് എന്തോ കോട്ടമുണ്ടാക്കുന്നു, അവരുടെ രാഷ്ട്രീയത്തെ ആ കളം പിടിച്ചെടുക്കുന്നു എന്ന് തോന്നുന്നിടത്താണ് ഈ കുട്ടികളെ പറഞ്ഞു വിടുന്നത്. ഇവരെ ഹർത്താലിലേക്ക് നയിക്കാൻ പറ്റുമോ എന്ന ഒരു സാധ്യത അന്വേഷിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. നവകേരള സദസ്സിൽ മന്ത്രിമാർ ഇപ്പോൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ലാലെ, നമുക്ക് ആലോചിക്കാതെ ചിന്തിക്കാതെ ഉത്തരം പറയാവുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ ഉണ്ടാക്കി തരികയല്ലേ. ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടുണ്ടോ? അത് ഇന്നും ഇന്നലെയൊക്കെ പറഞ്ഞ എന്താ, ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ച രക്ഷാപ്രവർത്തനമാണ്. ഇത് ജേക്കബ് ജോർജ് അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കാൻ പറ്റുമോ? ഇതൊരു മുഖ്യമന്ത്രി പറയേണ്ട കാര്യമാണ്. പ്രതിപക്ഷ നേതാവ് എന്താണ് പറഞ്ഞത്? KPCC അധ്യക്ഷൻ എന്താണ് പറഞ്ഞത്? K. സുധാകരൻ പറഞ്ഞ ഒരു കാര്യം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടല്ലോ. എന്താണ് പറഞ്ഞത്? ഈ നാളെ തിരുവനന്തപുരത്ത് കാണാം എന്നാണ് K. സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. നാളെ DGP ഓഫീസിലേക്ക് എന്തോ മാർച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ KSUക്കാരെ കൊണ്ട്. അപ്പോൾ അത് KPCCയുടെ അധ്യക്ഷൻ ആഹ്വാനം ചെയ്യുകയാണ്. എന്ത് കാണാം എന്നാണ് ഇന്ന് മുഹമ്മദ് റിയാസ് ചോദിച്ചത്. ഗുസ്തിയാണോ ഇതെന്നാണ്. അല്ല, അതാണ് അവർ പറഞ്ഞത്. കാണാൻ തന്നെയാണ് പറഞ്ഞത്. കാരണം മുഖ്യമന്ത്രിയുടെ ദേഹത്തെ രക്ഷിക്കേണ്ട ഗൺമാൻ വേറൊരു വണ്ടിയിൽ വന്നിട്ട് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ DYFIക്കാരെ കൂട്ടി ആക്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിച്ചിട്ട് കാണാൻ തന്നെയാ പറഞ്ഞത്. അവര് കടക്കലിൽ കാണാമെന്ന് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പറഞ്ഞപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ ഗൺമാൻ തല്ലിയപ്പോൾ ഒരു മാന്യനായ മുഖ്യമന്ത്രി ആണെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമായിരുന്നു. എന്നിട്ട് തിരുവനന്തപുരത്തേക്ക് പോകണമായിരുന്നു. അതിന് പകരം അദ്ദേഹം ഇന്നും ഇന്നലെയൊക്കെ പറഞ്ഞത് ആ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. SFI DYFI ഒക്കെ ചെയ്തത് നല്ലതാണെന്ന് പറയുകയാണ്. പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയ കോൺഗ്രസ് നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ കയറി യൂത്ത് കോൺഗ്രസ്സുകാർ തല്ലുന്നു. ഇത് തിരിച്ചടിക്കും. ഇന്ന് ചാലക്കുടിയിൽ തുടങ്ങിയിട്ടുണ്ട്. ഡോക്ടർ ലാൽ അറിഞ്ഞു കാണും. ചാലക്കുടിയിൽ ഒരു പോലീസ് ചീഫ് SFIക്കാർ തല്ലി തകർത്തു. അല്ല, അതിൽ അത്ഭുതമില്ല. അത് ഈ പറഞ്ഞതുപോലെ തിരിച്ചടിക്കും എന്ന് VD സതീശനും പറഞ്ഞിട്ടുണ്ടല്ലോ. അക്കാര്യം തന്നെയാണ് ഞാൻ നേരത്തെ അന്വേഷിച്ചത്. അദ്ദേഹം അത് പറഞ്ഞതിന് ശേഷം അതുപോലെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇനി നോക്കിയിരിക്കാൻ പോകുന്നില്ല, ഇതിനൊക്കെ മറുപടി ഞങ്ങൾ സമാധാനത്തിലല്ല പറയാൻ പോകുന്നത് എന്നൊക്കെ ഇവരെല്ലാം പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥമാണ് ഞാൻ ചോദിക്കുന്നത്. വിചാരണ സദസ്സിലൂടെ നവകേരള സദസ്സിന് മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് എവിടെ? ആ വിചാരണ സദസ്സിലൂടെയുള്ള മറുപടി എവിടെ? UDF എന്തുകൊണ്ടാണ് നവകേരള സദസ്സിനെ ഈ മണ്ഡലങ്ങളിലൂടെ വിചാരണ നടത്തി ജനങ്ങളുടെ മുമ്പാകെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ആ ജനാധിപത്യ മാർഗം തുടരാത്തത്? ആളെ കിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആളെ കിട്ടാൻ കോൺഗ്രസിനും CPM-നും ആളെ കിട്ടാൻ യാതൊരു ക്ഷാമം ഈ നാട്ടിലില്ല. അത് വേറൊരു വിഷയമാണ്. അതോടെ നമ്മളെ ചർച്ച ചെയ്ത് സമയം കളയണ്ട. നവകേരള സദസ്സ് എന്നുള്ളത് യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUക്കാരെയും തല്ലാനുള്ള ഒരു സദസ്സായി മാറിയപ്പോഴാണ് പ്രതികരിച്ചത്. അതുകൊണ്ടാണ് കൊല്ലത്ത് അവർ തിരിച്ചടിച്ചത്. അത് തന്നെയാണ് തിരുവനന്തപുരത്തൊക്കെ ഇന്നലെ യൂത്ത് കോൺഗ്രസും KSUവും കാണിച്ചത്. തർക്കമൊന്നുമില്ലാത്ത കാര്യമാണത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ജനങ്ങൾ പറഞ്ഞു, എന്താണ് പ്രതിപക്ഷം ഇങ്ങനെ ഊർജ്ജമില്ലാതിരിക്കുന്നത്, പ്രതിപക്ഷം പ്രതികരിക്കൂ എന്ന് ജനങ്ങൾ ഒരു 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 എന്താ പറയാ ഒരു സന്ദേശം കൊടുത്തു. ആ സന്ദേശം മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിച്ചു. ജനങ്ങളുടെ പിന്തുണ കിട്ടി. ശരി, അതെന്തുകൊണ്ടാണ് കാസർഗോഡ് മുതൽ കൊല്ലം വരെ അതില്ലാതിരുന്നത്, അത്തരം ഒരു പ്രതികരണം ഇല്ലാത്തത്? ഈ തിരുവനന്തപുരത്ത് മാത്രമേ UDF-ന് 4-5 ആളുകളുള്ളൂ, അവിടെ മാത്രമേ ഈ സംഘടനാ ബലം കാണിക്കാനുള്ള ശക്തിയുള്ളൂ, ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലാണ് ഈ പെർഫോമൻസിന് പറ്റിയ രീതികളുള്ളത്, ആ ശീലം മാത്രമേ നമുക്കുള്ളൂ എന്നതാണോ പ്രശ്നം? ഇത് ചോദിക്കുന്നുണ്ടല്ലോ ആളുകൾ. അതുപോലെ UDF-ലുള്ള മറ്റുള്ളവർ എന്തുകൊണ്ട് കൂടെ നിൽക്കുന്നില്ല? മുസ്ലിം ലീഗ് എന്തുകൊണ്ടില്ല? നവകേരള സദസ്സ് ഒരു സർക്കാർ പരിപാടി എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് മധ്യ കേരളം കഴിഞ്ഞപ്പോൾ, എറണാകുളം ജില്ല കഴിഞ്ഞപ്പോൾ അതിൻ്റെ സ്വഭാവം തീർത്തും മാറി.
അത് DYFIക്കാരും SFIക്കാരും മുഖ്യമന്ത്രിയുടെ ആൾക്കാരും എല്ലാം ചേർന്നിട്ടൊരു ഗുണ്ടാ സദസ്സായിട്ട് ഇങ്ങനെ പോവുകയാണെന്നാണ് പ്രതിപക്ഷം പറഞ്ഞത്. അത് ശരിവെക്കുന്ന കാര്യമാണ്. ആലപ്പുഴയിൽ കൊല്ലത്തൊക്കെ എന്താ പറയാ, ഭിന്നശേഷിക്കാരനായ യൂത്ത് കോൺഗ്രസ്സുകാരനെ പോലും DYFIക്കാരൻ ചവിട്ടി വീഴ്ത്തുന്നു, പോലീസ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആക്രമിക്കുന്നു. അപ്പൊ നവകേരള സദസ്സ് എന്ന് പറയുന്നതിന്റെ സ്വഭാവം തന്നെ മാറി. ഇപ്പൊ നവകേരള സദസ്സ് തന്നെ ആരും പറയാറില്ല. ഇപ്പൊ അതിനെ പറയുന്നത് എന്തോ ഒരു എന്താ പറയാ തല്ലുമാല എന്നൊക്കെയാണ് നമ്മുടെ ചാനലുകൾ വിശേഷിപ്പിക്കുന്നത്. ഒരു അടി കൊടുക്കാനുള്ള അടിയോടടി ഇത് തന്നെയാ പറയാ. മുഖ്യമന്ത്രിയും കൂട്ടരും ഇങ്ങനെ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലി മുന്നോട്ട് പോവുക. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തിരിച്ചു തല്ലാൻ തുടങ്ങിയപ്പോൾ ഒരു ക്ലൈമാക്സ് എത്തുന്ന നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ടാണ്. അപ്പോൾ പ്രതിപക്ഷം പറഞ്ഞു ഇനി നവകേരള സദസ്സ് ജനം ചർച്ച ചെയ്യേണ്ടെന്ന് പ്രതിപക്ഷം തീരുമാനിച്ചു. ജനം ചർച്ച ചെയ്യുന്നില്ല, പകരം ചർച്ച ചെയ്യുന്ന എന്താണ്? യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും ഉണ്ടായ ആത്മവീര്യം, ആ ഊർജ്ജമാണ് ചർച്ച ചെയ്യുന്നത്. UDF-ലെ ഘടകകക്ഷികളെല്ലാം കോൺഗ്രസിനൊപ്പം ഉണ്ട്. ലീഗ് മലപ്പുറത്ത് MSF പ്രവർത്തകരെ അവിടെ DD ആഫീസിൽ നിന്നൊരു കുട്ടികളെ വെയിലത്ത് നിർത്താൻ വേണ്ടി ഒരു നോട്ടീസ് ഇറക്കിയപ്പോൾ അവിടെ പ്രതികരിച്ചു. പിന്നെ കോൺഗ്രസ് ആണ് മുഖ്യ പ്രതിപക്ഷം. കോൺഗ്രസ് നടത്തുന്ന പ്രതികരിക്കേണ്ട ചില സ്ഥലത്തൊക്കെ ലീഗ് പ്രതികരിച്ചു. ഇപ്പൊ കുട്ടികളെ റോഡിൽ ഇറക്കി നിർത്തുന്നു എന്ന് പറഞ്ഞപ്പോ അതിന് മുഖ്യമന്ത്രി കൃത്യമായ രാഷ്ട്രീയ മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും അക്കാര്യത്തിൽ ഒരു പ്രതികരിക്കാൻ വകയുള്ള, കുട്ടികളെ വെയിലത്ത് നിർത്തുന്നത് എന്തിനാണെന്ന് ചോദിക്കാനുള്ള ഒരു മനോഭാവം മുസ്ലിം ലീഗിനുണ്ടായി. അതല്ലാതെ അവരുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ പ്രകടനങ്ങളോ പെർഫോമൻസുകളോ ഒന്നും കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ N. ശ്രീകുമാർ, അഡ്വക്കേറ്റ് LG ലിജീഷ്, ഇപ്പോൾ ശ്രീ N. ശ്രീകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രതിപക്ഷത്തിന്, യൂത്ത് കോൺഗ്രസിന്, KSUക്കാർക്ക് ഒക്കെ പുനരുജ്ജീവനം ഉണ്ടാക്കിക്കൊടുത്ത ഒരു പരിപാടിയായി ഈ ക്ലൈമാക്സിലേക്ക് അടുത്തപ്പോൾ നവകേരള സദസ്സ് മാറിയോ? ഡോക്ടർ ലാൽ, ഇപ്പോൾ നവകേരള മാർച്ച് നവംബർ 18 ആരംഭിച്ച് ഇപ്പോൾ ഏതാണ്ട് ക്ലൈമാക്സിലേക്ക് എത്തി നിൽക്കുകയാണ്. നാളത്തോടുകൂടെ ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ മാറ്റിവെച്ച 2 മാത്രമാണ് ഉള്ളത്, 2 ദിവസത്തെ മാറ്റിവെച്ചത്. ഇപ്പോൾ ഈ കഴിഞ്ഞ നവകേരള മാർച്ച് പ്രഖ്യാപിച്ച അന്ന് മുതൽ ഈ ദിവസം വരെയുള്ള UDF-ൻ്റെ തിരക്കഥകളെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത്? എവിടെയാണ് ജനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിന്നിട്ടുള്ളത്? ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇതിൽ ഏറ്റവും ആദ്യം UDF ബഹിഷ്കരണ പ്രഖ്യാപനം നടത്തി. അതിനുശേഷം UDF ഭരിക്കുന്ന പഞ്ചായത്തുകളും അതുമായി ബന്ധപ്പെട്ടവരൊന്നും ഫണ്ട് കൊടുക്കരുത്, ഇതിന് പ്രതിസന്ധി ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു. അതിനുശേഷം ബസ് വിവാദം ഉണ്ടാക്കി. ഇത് ഏറ്റവും വലിയ ധൂർത്താണെന്ന് വലിയ രൂപത്തിലുള്ള ക്യാമ്പയിൻ നടത്തി. ജനസമ്പർക്ക പരിപാടി നടത്തിയതുപോലെയാണ് ഇപ്പോൾ അത് നവകേരള സദസ്സ് എന്ന നിലയിലേക്ക് രണ്ടും കൂടി കമ്പയർ ചെയ്ത് ഒരു പ്രഖ്യാപനവും പ്രചരണവും ഇവർ നടത്തി. ഇതൊരു രാഷ്ട്രീയ പ്രചരണമാണ് എന്ന് വലിയ രൂപത്തിൽ പ്രചരിപ്പിച്ചു. പരാതിയൊന്നും പരിഹരിക്കാൻ പോകുന്നില്ലെന്നും അതിനുള്ള സംവിധാനമൊന്നുമില്ലെന്ന് ഇവർ പ്രഖ്യാപിച്ചു. ഭരണസ്തംഭനമാണ്, മന്ത്രിമാർ മുഴുവൻ ഇപ്പോൾ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ട് പോകുന്ന ഭരണസ്തംഭനമാണെന്ന് പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇവരുടെ തിരക്കഥ വിജയിച്ചായിട്ട് കാണാൻ വേണ്ടി കഴിയുമോ? ഇവിടെ കുറേ മുഖ്യധാരാ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് തെറ്റായ അപവാദ പ്രചരണങ്ങൾ മുഴുവൻ നടത്തിയിട്ടും ഈ നവകേരള മാർച്ചിൻ്റെ ബഹുജന പങ്കാളിത്തം നോക്ക്. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ബഹുജനങ്ങളുടെ പങ്കാളിത്തം കുറഞ്ഞതായി ഈ പറയുന്ന ഇവരോട് കൂടെ നിൽക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾക്കെങ്കിലും പറയാൻ കഴിയുമോ? അവരെല്ലാം ഇതിനു കൂടെ ഇല്ലേ? അഭൂതപൂർവമായ ജനപങ്കാളിത്തം കൊണ്ട് ഇന്ത്യക്കകത്ത് ശ്രദ്ധേയമായ രാഷ്ട്രീയ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിനകത്തെ LDF-ൻ്റെ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ആ നിലയിലേക്കാണ് കാര്യങ്ങൾ മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആദ്യഘട്ടത്തിലെല്ലാം ഇതിനെതിരെ അപവാദ പ്രചരണം നടത്തി കുറേയേറെ മുമ്പോട്ട് പോയി അത് യേശുന്നില്ലെന്ന് തോന്നിയപ്പോഴാണ് ഇപ്പോൾ പിന്നീട് കരിങ്കൊടിയും മറ്റ് വിഷയങ്ങളുമായി ഏറ്റെടുക്കുകയും, കരിങ്കൊടി കാണിക്കുന്നതിനൊന്നും ആരും എതിരൊന്നുമല്ല, അതൊക്കെ ജനാധിപത്യ സംവിധാനത്തിലൊന്നും ആരും എതിർത്തൊന്നും പറയുന്നില്ല. പക്ഷേ എങ്ങനെയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്? മുഖ്യമന്ത്രിയുടെ വാഹനത്തിനും മന്ത്രിമാർ സഞ്ചരിക്കുന്ന വാഹനത്തിലേക്ക് കയറി ആക്രമണം നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കുക, ഷൂ എറിയുക, അതുപോലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തുക. അതിനുശേഷം നിങ്ങൾ നോക്കുക, അതെല്ലാം ജനങ്ങൾ തള്ളി, ഇതൊന്നും ആരും വേണ്ട വിധം ശ്രദ്ധിക്കുന്നില്ല, ഏറ്റെടുക്കുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് ഇപ്പോൾ കലാപത്തിലേക്ക് നീങ്ങുന്നത്. ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള വ്യഥാ പരിശ്രമം അവർ നടത്തുകയാണ്. ഇതുവരെയുള്ള എല്ലാം തന്നെ തകർന്നടിഞ്ഞിട്ടും ഈ പരീക്ഷണം കൂടി നടത്തി നോക്കാമെന്നാണ് അവർ വിചാരിക്കുന്നത്. ഇപ്പോൾ നടത്തിയിട്ടുള്ള 2-3 ദിവസങ്ങളിലെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള ആക്രമണമാണ് അവർ നടത്തിയിട്ടുള്ളത്? യൂത്ത് കോൺഗ്രസും അതുപോലെ ഈ പറയുന്ന KSU അവർക്ക് എന്താണ് രാഷ്ട്രീയ മുദ്രാവാക്യം വെക്കുന്നതെന്ന് പോലും പറയാൻ കഴിയുന്നില്ല. നേരത്തെ ഡോക്ടർ ലാൽ സൂചിപ്പിച്ച പോലെ KSU എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ്.
എന്തെല്ലാം വിവിധങ്ങളായ വിഷയങ്ങൾ ഇപ്പോൾ കേരളത്തിനകത്തുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയം, കാലിക്കറ്റും കേരളയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്കകത്തെല്ലാം KSU എവിടെയാണുള്ളത്? ഇന്നിപ്പോൾ ഏറ്റവും അവസാനം വരുന്ന വാർത്ത, ഇപ്പോൾ ഈ പറയുന്ന ഗവർണർ നോമിനേറ്റ് ചെയ്ത BJP അംഗങ്ങളെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് UDFന്റെ സെനറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ സെനറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ ചാൻസലർക്ക് പരാതി കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ ഇവരും BJPയും കൂട്ടുകൂടി ഈ സംവിധാനത്തിലേക്ക്, അരാജകത്വത്തിലേക്ക് കടക്കാൻ കഴിയുമോ എന്ന് നോക്കുകയാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇപ്പോൾ പോലീസ് ചെയ്ത് നിങ്ങൾ നോക്കൂ, പോലീസ് വലിയ ആക്രമണം നടത്തിയെന്നൊക്കെയാണ് ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ അംഗം പറയുന്നത്. UDFന്റെ ഭരണകാലത്തൊക്കെ എന്തൊക്കെയായിരുന്നു സ്ഥിതി? ഇതൊക്കെ ആളുകൾ മറന്നുപോയി എന്ന് വിചാരിക്കരുത്. വെടിവെപ്പ് ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട് കേരളത്തിനകത്ത്. ഈ പറയുന്ന കോഴിക്കോട് വെച്ച് വെസ്റ്റിലാണ് വെടിവെപ്പ് നടത്തിയത്. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ ജനനേന്ദ്രിയം തകർത്ത എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന പെൺകുട്ടികൾക്കെതിരെയുള്ള ഭീകരവാക്കാൻ ലാത്തിച്ചാർജും അതുപോലുള്ള ആക്രമണം നടത്തിയില്ലേ? ഇപ്പോൾ പറയുന്ന പോലീസ് അത്തരത്തിലുള്ള ഇവരെന്തെല്ലാം ചെയ്തു? ഇപ്പോൾ പട്ടിക, ഈ പറയുന്ന കമ്പിവടി കയറ്റി പട്ടി കൊണ്ട് പോലീസിനെ ആക്രമിച്ചു. മുട്ടയിൽ ഇതുപോലെ തന്നെ കോട്ടിയും അതുപോലെ മുളക് പൊടിയും കയറ്റി പോലീസിനെതിരെ ആക്രമണം നടത്തി. ഇങ്ങനെ പോലീസിനെ പ്രകോപിപ്പിക്കാനാവുന്ന വിധം എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇവർ നടത്തിയിട്ടുണ്ട്. നേരത്തെ ഡോക്ടർ ലാൽ സൂചിപ്പിച്ചതുപോലെ നവകേരള സദസ്സിനകത്ത് മന്ത്രിമാർ പറഞ്ഞതുപോലെ ഈ തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്ക് ഒരു ഹർത്താൽ സംവിധാനം ഉണ്ടാക്കി നവകേരള സദസ്സിനെ മങ്ങലേൽപ്പിക്കാൻ കഴിയുമെന്ന് പരീക്ഷണം നടത്തുകയാണ്. ഇത് യഥാർത്ഥത്തിൽ കേരള ജനത തിരസ്കരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് യഥാർത്ഥത്തിൽ UDFന് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത്. യൂത്ത് കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് നവകേരള സദസ്സിനെ അലങ്കോലമാക്കുക എന്നുള്ള മാത്രമല്ല അവരുടെ ലക്ഷ്യം. ഇപ്പോൾ വ്യാജ പ്രസിഡന്റാണ് യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. അയാൾ യൂത്ത് കോൺഗ്രസിൽ തന്നെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധം നേരിടുകയാണ്. അതെല്ലാം മറച്ചുവെക്കാൻ കൂടി ഈ പറയുന്ന നവകേരള സദസ്സിനെ ഉപയോഗിക്കാൻ കഴിയുമോ ആക്രമണം നടത്തി എന്നാണ് ഇവർ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇതൊന്നും കേരള ജനത അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. അതാണ് ഈ പറയുന്ന 18 മുതൽ ഈ പറഞ്ഞ 23 വരെയുള്ള ദിവസങ്ങൾക്കകത്ത് കേരളത്തിനകത്ത് കണ്ടിട്ടുള്ള അഭൂതപൂർവമായ ലിജീഷ്, ഈ യാത്ര ഇപ്പോൾ തിരുവനന്തപുരത്ത് നാളെ അവസാനിക്കുന്ന ഒരു ഘട്ടം എത്തുമ്പോഴേക്ക്, ഞാൻ നേരത്തെ ശ്രീ ജേക്കബ് ജോർജുമായി സംസാരിച്ചതും അതുതന്നെയാണല്ലോ, ഈ രാഷ്ട്രീയ കളം ഒരു ഭാഗത്തേക്ക് മാറിയിരിക്കുന്നു. അത് LDF അല്ലാതെ കേരളത്തിൽ ഇനിയൊരു രാഷ്ട്രീയ മുന്നണിക്കോ കക്ഷിക്കോ, പ്രത്യേകിച്ച് കോൺഗ്രസ് എന്ന പ്രതിപക്ഷത്തെ മുഖ്യ രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ നിറം എന്താണെന്നുള്ളത് പുറത്തേക്ക് വിളിച്ചറിയിച്ചിരിക്കുന്നു. അതിന് BJPയിൽ നിന്ന് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യത്യാസമില്ലാത്ത ഒരു പാർട്ടിയായി മാറുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെ ഇത് ജനങ്ങളോട് നിങ്ങൾക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ പ്രസക്തി എന്നുള്ളത് ജനം മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് ഈ ജനങ്ങളുടെ ബാഹുല്യം. ജനലക്ഷങ്ങൾ ഇങ്ങനെ നിങ്ങളിലേക്ക് കൂടിക്കൂടി വന്നത് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ എന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടോ? അതെ, തീർച്ചയായും. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ആക്രമണം നടത്തുകയും പ്രതിഷേധം സംഘടിപ്പിക്കുന്ന UDF ആണോ? UDFനകത്ത് ഏത് കക്ഷികളാണ് സമരരംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്? ഇതിനകത്ത് കോൺഗ്രസും ഈ പറയുന്ന യൂത്ത് കോൺഗ്രസും KSU അല്ലാതെ അതിനോളം ഏതാണ്ട് വലുപ്പമുള്ള അതിനകത്തെ രണ്ടാമത്തെ കക്ഷിയാണ് മുസ്ലിം ലീഗ്. അതുപോലെ തന്നെ മറ്റ് ഈ ജനാധിപത്യ കക്ഷികളും അതിനകത്തുണ്ട് UDFനകത്ത്. ആരെങ്കിലും ഇതുമായി തെരുവിൽ സമരവും പ്രതിഷേധവുമായി എവിടെയെങ്കിലും അങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുമോ? എത്ര ദിവസങ്ങളായി നവകേരള സദസ്സ് ഇപ്പോൾ ആരംഭിച്ചിട്ട്? ഇപ്പോൾ കേരളത്തിനകത്ത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് മാത്രമാണ് സമരരംഗത്തുള്ളത്. അവരുടെ കൂടെ BJPയാണ് ചേരുന്നത്. ഇപ്പോൾ കൊല്ലം ജില്ലക്കകത്ത് ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസിനൊപ്പം BJPയും ഈ പറയുന്ന യുവമോർച്ചക്കാരും RSSകാരുമാണ്. ഈ കേരളത്തിനകത്ത് യഥാർത്ഥത്തിൽ നിരവധിയായ മറ്റ് വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിനകത്തൊന്നും കോൺഗ്രസിൻ്റെ പ്രതികരണം വന്നിട്ടില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരത്തെ പ്രസംഗത്തിൽ അവസാനിപ്പിച്ചതുപോലെ നവകേരള സദസ്സെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ഈ കേരളത്തെ ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് നവകേരള സദസ്സ് വന്നിരുന്നത്. യഥാർത്ഥത്തിൽ കേന്ദ്രത്തിൽ നമുക്ക് ന്യായമായും കിട്ടേണ്ട കാര്യങ്ങളെല്ലാം ചോദിച്ചു വാങ്ങാൻ എന്തുകൊണ്ടാണ് ഇവിടുത്തെ UDFും ഈ പറയുന്ന അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസും തയ്യാറാവാത്തത്? നവകേരള സദസ്സ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയായിട്ടല്ലല്ലോ തീരുമാനിച്ചത്. അത് നമ്മുടെ കേരളത്തിനകത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളുമായി പങ്കുവയ്ക്കാനും ജനങ്ങളിലേക്ക് ഇറങ്ങി കൂടുതൽ അവരിൽ നിന്ന് അവരുടെ പ്രയാസങ്ങൾ കൂടുതൽ മനസ്സിലാക്കി കൂടുതൽ ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും കേന്ദ്ര സർക്കാർ തുടർന്ന തെറ്റായ സമീപനങ്ങൾക്കെതിരായി പോരാട്ടത്തിൻ്റെ പാത തുറക്കാനുമല്ലേ തീരുമാനിച്ചത്? അതിനകത്ത് ഒപ്പം നിൽക്കാതെ BJPക്കൊപ്പം നിൽക്കുകയല്ലേ ഇപ്പോൾ കേരളത്തിനകത്തെ കോൺഗ്രസ് ചെയ്യുന്നത്? ഇത് തന്നെയാണ് അവർ ഓരോ സ്ഥലത്തും ചെയ്തിട്ടുള്ളത്. BJPയും RSSും എവിടെയെല്ലാം മുഖ്യധാരയിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ അവിടെയെല്ലാം കോൺഗ്രസ് RSSും BJPക്ക് സഹകരിച്ച് നിന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അത് തന്നെയാണ് കേരളത്തിൽ നടത്തുന്നത്. BJPയുമായി സഹകരിച്ചുകൊണ്ട് പോകുന്ന സമീപനമാണ് അവർ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ശരി, ഞാൻ തിരിച്ചു വരാൻ ലിജീഷ്. ശ്രീ ജേക്കബ് ജോർജ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്. അതായത് പ്രതിപക്ഷത്തെ ഏറ്റവും
പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഏറ്റവും വലിയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ തന്നെ ആ വലിപ്പത്തിൽ മുസ്ലിം ലീഗിനുള്ള പ്രാധാന്യം എന്താണെന്നുള്ളത് ഞാൻ താങ്കളോട് പറയേണ്ട ആവശ്യമില്ല. ആ പാർട്ടി ഈ ഒരു നവകേരള സദസ്സ് ഇതാ തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ഒരു ഘട്ടം എത്തുമ്പോൾ പലപ്പോഴും പ്രതികരിച്ച രീതി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവർ LDFിലേക്ക് വരാൻ പോകുന്നു എന്നൊന്നും ആരും ചർച്ച ചെയ്തിട്ടില്ല. അതൊക്കെ അല്ല, അങ്ങനെ ഒരു വർത്തമാനം തന്നെ പറയാൻ ആരും ശ്രമിച്ചിട്ടില്ല. പക്ഷെ അതേസമയം കേന്ദ്രത്തെ എതിർക്കുന്ന കാര്യത്തിൽ, BJPയെ എതിർക്കുന്ന കാര്യത്തിൽ, ഗവർണറുമായിട്ടുള്ള പ്രശ്നത്തിലൊക്കെ മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ള നയം എന്താണ്? അവരുടെ പ്രസ്താവനകൾ എങ്ങനെയാണ് വന്നത്? കൃത്യമായി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്, ET മുഹമ്മദ് ബഷീർ സംസാരിച്ചിട്ടുണ്ട്, മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ കേന്ദ്രത്തെ എതിർക്കാൻ ഒരുമിച്ച് നിൽക്കുക CPM-മായി സമരം ചെയ്യേണ്ടതാണെങ്കിൽ എന്ന്. അപ്പോൾ തന്നെ VD സതീശൻ തിരിച്ച് മറുപ്രസ്താവനയുമായിട്ട് വരിക. ഈ ഒരു വിയോജിപ്പ് ഈ പെർഫോമൻസുകളിലൊക്കെ കാണുന്നില്ലേ ശ്രീ ജേക്കബ് ജോർജ്? ലാലെ, ഈ പറഞ്ഞ കാര്യം മുസ്ലിം ലീഗുമായിട്ടുള്ള CPM കുറേ മാസങ്ങളായി ഇത് സംബന്ധിച്ച് CPM-ലേക്ക് ഇടതുപക്ഷത്തേക്ക് ലീഗിനെ ആകർഷിക്കാൻ വേണ്ടി സംസ്ഥാന സെക്രട്ടറി മേഘ ഒന്നമാഷ് ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന ശ്രമങ്ങൾ, അതേക്കുറിച്ചൊക്കെ നമ്മൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPM നേതൃത്വത്തിന് പ്രധാനമായിട്ടും ആവശ്യം മുസ്ലിം ലീഗിനെ അല്ല, ലീഗ് അണികളെയാണ്. അതിന് തക്ക രാഷ്ട്രീയമാണ് മുഖ്യമന്ത്രി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഈ രാഷ്ട്രീയ ഭാഗം എന്ന് പറയുന്നത് BJPക്കെതിരായിട്ടുള്ള ഭാഗത്തിന് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു. അത് ശ്രദ്ധിക്കണം. അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. കേരളത്തെ BJPക്കെതിരായ ഒരു ശക്തിയായിട്ട് നിർത്തുക, ആ ശക്തിക്ക് നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങളാണ്, CPM-ആണ്, ഇടതുപക്ഷമാണ് എന്ന് വരുത്തുക, ആ ഇടതുപക്ഷ ചിന്തയുടെ പ്രസക്തി ജനങ്ങളിൽ ആവർത്തിച്ചു കൊടുക്കുക. അല്ലാതെ ബഹുമാനപ്പെട്ട ശ്രീകുമാർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രസംഗത്തിൽ നാടിനെക്കുറിച്ച്, വിദ്യാഭ്യാസത്തെക്കുറിച്ച്, കാർഷിക അഭിവൃദ്ധിയെക്കുറിച്ച്, കേരളത്തിൻ്റെ പൊതുവായ വികസനത്തെക്കുറിച്ച്, വ്യവസായവൽക്കരണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെയാണ് പ്രസംഗിക്കുന്നത്. പൊതുവായിട്ട് അദ്ദേഹം അതാണ് സംസാരിച്ചത്. രാഷ്ട്രീയം പറയുന്ന അവസാനത്തെ കുറച്ച് സമയത്തേക്ക് മാത്രമാണ്. പക്ഷേ മൊത്തത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ രാഷ്ട്രീയമുണ്ട്. ഞാൻ കാണുന്ന ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആ ഭൂമികയെ അത് ഇടതുപക്ഷത്തോട് ചേർത്ത് നിർത്താൻ വേണ്ട ചേരുവകൾ അദ്ദേഹം വളരെ കൃത്യമായി, വളരെ സമവായത്തോടുകൂടി പ്രയോഗിക്കുകയാണ്. വികസനത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ചേരുവ കൂടി ചേർക്കുകയാണ്. പിന്നീട് നേരത്തെ ശ്രീകുമാർ പറഞ്ഞു KSUവിനും യൂത്ത് കോൺഗ്രസിനും ഒരു ഊർജ്ജസ്വലത വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വന്ന് ഞാൻ പറയുന്നുണ്ട്, ഞാനിത് കാണുന്നുണ്ട്. തിരുവനന്തപുരത്തെ കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു കാലത്ത് KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒരു ശക്തി കേന്ദ്രമായിരുന്നു തിരുവനന്തപുരം. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ കുറേ കാലഘട്ടത്തിൽ KSUവിലൂടെ വളർന്നു വന്ന നേതാക്കൾ, MM ഹസൻ ഉൾപ്പെടെ, തിരുവനന്തപുരത്തുകാരനാണ്, ഉൾപ്പെടെയുള്ള നേതാക്കൾ ആ തിരുവനന്തപുരത്തെ ഒരു വലിയ തട്ടകമാക്കി അവരുടെ സമരഭൂമിക്കയാക്കി മാറ്റി കേരളത്തിൽ യൂത്ത് കോൺഗ്രസിനും KSUവിനും വലിയൊരു പേരോട്ടമുണ്ടാക്കി കൊടുത്ത ഒരു തന്ത്രപ്രധാനമായ കേന്ദ്രം. കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് വല്ലവരും ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടതാണ്, തിരുവനന്തപുരത്തിരുന്ന് ലാലുമൊക്കെ കണ്ടതാണ്. കേരളത്തിൻ്റെ തലസ്ഥാനത്തെ നഗരസഭയിലേക്ക് കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടുമെന്നറിയാമോ? 2 അക്കം തികഞ്ഞില്ല ശ്രീകുമാർ. കാരണം എന്താ? യൂത്ത് കോൺഗ്രസും KSUവും ക്ഷീണിച്ചു പോയി, തകർന്നുപോയി. പത്തനംതിട്ട ജില്ല ഉദാഹരണം, അവിടെ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താ? 5 സീറ്റുകൾ. അത് തന്ത്രപ്രധാനമായ കോൺഗ്രസിൻ്റെ തട്ടകമാണ്, പ്രത്യേകിച്ച് ആൻ്റണി പക്ഷത്തിൻ്റെ തട്ടകമാണ് പത്തനംതിട്ട ജില്ല. അവിടെ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താ? ഞാനൊരു ഉദാഹരണം കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം KSUവും യൂത്ത് കോൺഗ്രസും ശോഷിച്ചു പോയി, ദുർബലമായി പോയി. നമ്മളൊക്കെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരാണല്ലോ. ആ നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു ഊർജ്ജസ്വലത ഇതുകൊണ്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അഭിമാനകരമാണെന്നാണ് ഞാൻ കാണുന്നത്. കാരണം
കേരളത്തിൽ ഒരു ദ്വന്ദ്വ രാഷ്ട്രീയം, ഒരു വശത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, മറുവശത്ത് ഐക്യജനാധിപത്യ മുന്നണി, രണ്ട് കൊടുമുടികൾ പോലെ നിൽക്കുന്ന ഈ രാഷ്ട്രീയ ചേരികളുടെ ഇടയിലേക്ക് ഒരിടം കണ്ടെത്താൻ BJPക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കേരളത്തിലെ മതേതര മനസ്സിന് ആശ്വാസമുണ്ടാക്കുന്ന കാര്യമാണ് ശ്രീകുമാർ, സംശയമില്ല. അവിടെയാണ് പിണറായി വിജയൻ രാഷ്ട്രീയം പ്രയോഗിക്കുന്നത്. അവിടെയാണ് അദ്ദേഹം വളരെ പ്രിസൈസായിട്ട്, വളരെ വളരെ സ്ട്രാറ്റജിക്കായിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറയുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കേരളം കണ്ട ഇപ്പോൾ കാണുന്ന ഏറ്റവും വലിയ കരുത്തനായ രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ. അദ്ദേഹം പറയുന്ന വാക്കുകളിൽ കോൺഗ്രസ് എന്തുകൊണ്ട് BJPയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ചോദ്യം, അതാണ് അദ്ദേഹത്തിൻ്റെ വലിയ രാഷ്ട്രീയം. ഈ യാത്രയുടെ പ്രധാന സന്ദേശവും അതുതന്നെയാണെന്നാണ് ഞാൻ കാണുന്നത്. നമ്മൾ ഈ ലാത്തിയടി കൊള്ളാം, അതിലൂടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, KSU യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കൊക്കെ വളരാം, സംശയമൊന്നുമില്ല, അങ്ങനെയൊക്കെ വളർന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കാലഹരണപ്പെട്ട രാഷ്ട്രീയമാണെന്നാണ് രാഷ്ട്രീയ പ്രയോഗവും പ്രവർത്തനവുമാണെന്നാണ് ഞാൻ കരുതുന്നത്. അത് വേറൊരു കാര്യം. പക്ഷേ ഈ രാഷ്ട്രീയത്തെ കാണാതെ പോകരുത്. അതെത്ര കണ്ട് പിണറായി വിജയൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം കേരളത്തിൻ്റെ മനസ്സിൽ, കേരളത്തിൻ്റെ മതേതര മനസ്സിൽ എത്ര കണ്ട് ആഴത്തിൽ കുറിച്ചു വച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് കേരളം ഇനി കാണാൻ പോകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി, ശ്രീ N. ശ്രീകുമാർ, ശ്രീ ജേക്കബ് ജോർജിൽ നിന്ന് വ്യത്യസ്തനായി താങ്കൾ കോൺഗ്രസിൻ്റെ ഒരു നിരീക്ഷകനാകുന്നത് അതിനകത്ത് തന്നെ നിന്നുകൊണ്ടാണ്, അവർക്ക് വേണ്ടി കൃത്യമായി തന്നെ വാദിച്ചുകൊണ്ടാണ് താങ്കൾ അതിൻ്റെ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിന് താങ്കളുടേതായ ഒരു മറുപടി ഒരു വളരെ കൃത്യമായി തന്നെ സത്യസന്ധമായി തന്നെ പ്രതീക്ഷിക്കുന്നു. ഈ കാര്യത്തിൽ BJPയെ എതിർക്കുന്നതിൽ എത്രമാത്രം കോൺഗ്രസ്സിന് പരിമിതികളുണ്ട് എന്ന് തെളിയിക്കുന്ന ദിവസങ്ങളാണ് ഈ നവകേരള സദസ്സിൽ പിണറായി വിജയന് മറുപടി പറഞ്ഞുകൊണ്ട് K. സുധാകരനും VD സതീശനും കാണിച്ചു കൂട്ടിയ കാര്യങ്ങളിൽ കണ്ടത്. ഏറ്റവും ഒടുവിൽ നമ്മൾ കഴിഞ്ഞ ദിവസം K. സുധാകരനിൽ നിന്ന് കേട്ടത് എന്താണ്? ഈ സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശം ഗവർണർ ചെയ്തത് RSSകാരെ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവരിലും നല്ലവരുണ്ടല്ലോ എന്നാണ്. നല്ല RSSകാർക്ക് അപ്പോൾ ഇവിടെ ഇന്ത്യ ഭരിക്കാം, MP മാരാകാം, സെനറ്റിലേക്ക് പോകാം, സിൻഡിക്കേറ്റിലേക്ക് വരാം എന്നൊരു KPCC അധ്യക്ഷൻ തന്നെ പറയുന്നിടത്താണ്. ആ KPCC അധ്യക്ഷനാണ് നാളെ നവകേരള സദസ്സിനെതിരായി വലിയ തിരുവനന്തപുരത്തെ കാഴ്ച ഒരുക്കാൻ പോകുന്നത്. ഡോക്ടർ ലാല്, BJPക്കെതിരെ കോൺഗ്രസ് ഒക്കെ വളരെ വ്യക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്പീക്കർ AN ഷംസീർ ഗവർണർ പരിണിതപ്രജ്ഞനായ ഒരു നേതാവാണെന്ന് പറഞ്ഞിരുന്നു. പരിണിതപ്രജ്ഞനായ നേതാവെന്ന് BJPക്കാരനായ ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ച് നമ്മുടെ സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. അത് തിരുത്തി മന്ത്രി ശിവൻകുട്ടി, അത് തിരുത്തി. അപ്പൊ അത് പക്ഷെ മുഖ്യമന്ത്രി തിരുത്തിയില്ല. എന്താ തിരുത്താതിരുന്നത്? ഗവർണർ പരിണിതപ്രജ്ഞൻ അല്ല എന്നെന്താ മുഖ്യമന്ത്രി പറയാതിരുന്നത്? അതിലും വലിയ BJP അനുകൂല നിലപാടൊന്നും കോൺഗ്രസിന് ഇല്ലല്ലോ. അതവിടെ നിൽക്കട്ടെ. ഈ പരിണിതപ്രജ്ഞൻ എന്ന വാക്കിന്റെ അർത്ഥം അങ്ങേക്ക് അറിയാലോ. പരിണിതപ്രജ്ഞൻ എന്ന് പറഞ്ഞതുകൊണ്ടൊരു ചീത്ത വാക്കൊന്നുമല്ലല്ലോ. അല്ല, ചീത്ത വാക്കല്ല. പിന്നെ എന്തിനാ തിരുത്തിയ? എന്തിനാ ശിവൻകുട്ടി എന്തിനാ തിരുത്തിയേ? അപ്പൊ എന്തോ സംതിങ് റോങ് എന്ന് തോന്നിയതുകൊണ്ടല്ലേ. അതവിടെ നിൽക്കട്ടെ. ഇനി വേറൊരു കാര്യം, ശ്രീ ലിജുനും ശ്രീ ജേക്കബ് ജോർജും ഈ നവകേരള സദസ്സിന്റെ പ്രസംഗത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ശ്രീ ജേക്കബ് ജോർജ്, ഇന്ന് തൃശ്ശൂര് ക്രിസ്തുമസ് ചന്ത ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് CPIയുടെ MLA ബാലേന്ദ്രനും തൃശ്ശൂർ മേയറായ CPM പിന്തുണയുള്ള MK വർഗീസും എത്തി. ജനങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ അവർ ഉദ്ഘാടനം നടത്താതെ ഓടി മുങ്ങി അവിടുന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് പരസ്യമായി പറഞ്ഞു ഇവിടെ ഒന്നുമില്ലെന്ന് അവർ തന്നെ പറഞ്ഞു. ജനങ്ങൾ കോപിച്ചു. നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് എത്തുന്നത് പ്രസംഗം കേൾക്കാനല്ല, ജനത്തിന് വല്ലതും കഴിക്കാനാ ക്രിസ്മസ് കാലത്ത്. അത് തന്നെയാ മറിയക്കുട്ടി ചേട്ടത്തിക്ക് ഹൈക്കോടതി പറഞ്ഞത്. മനസ്സിലായല്ലോ. ശ്രീകുമാർ, ഒറ്റപ്പെട്ട ചില കാര്യങ്ങൾ ഇതിനിടയിൽ ഉണ്ടെങ്കിൽ അതിനോട് പ്രതികരിക്കുന്നതും ഇടതുപക്ഷം തന്നെയാണ്. ഈ പറഞ്ഞ കാഴ്ചയിൽ താങ്കൾ ഈ പറഞ്ഞ തൃശ്ശൂരിൽ സംഭവിച്ചത്, അവിടെ മേയറും ഈ MLAയും ഒക്കെ ഇടതുപക്ഷക്കാർ തന്നെയാണ്. അവർ തന്നെയാണ് അതിനോട് പ്രതികരിച്ചു കൊണ്ട് പോയത്. താങ്കൾ പറഞ്ഞ പോലെ ഇറങ്ങി ഓടിയതാണോ എന്നൊക്കെ ലിജീഷ് പറയട്ടെ. പക്ഷേ അവർ പ്രതികരിച്ചുകൊണ്ട് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി അവിടെ ഉണ്ടാകും. ജനങ്ങൾക്ക് വേണ്ടി അവർ പ്രതികരിക്കുന്നു. അതുപോലെ മറിയക്കുട്ടിയുടെ കാര്യത്തിൽ കോടതി പറഞ്ഞതിന് തിരിച്ച് മറുപടികൾ വരുന്നുണ്ട്. എന്താണെന്നുള്ളത് കോടതിയോടുള്ള മറുപടിയാണോ അതോ മാധ്യമങ്ങളിൽ കണ്ട കാഴ്ചയോടുള്ള മറുപടിയാണോ എനിക്കറിയില്ല. ഈ 18 മാസം UDFന്റെ കാലത്ത് ക്ഷേമ പെൻഷൻ കൊടുക്കാതിരുന്നപ്പോൾ പ്രതികരിക്കാത്തവരൊക്കെ ഇപ്പോൾ 3 മാസം മുടങ്ങിയപ്പോൾ മറിയക്കുട്ടിയുടെ കാര്യത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. അത് ശരിയല്ലേ?
സപ്ലൈകോയുടെ ക്രിസ്മസ് ചന്തയിൽ സാധനങ്ങളില്ല. തൃശ്ശൂർ മാത്രമല്ല, ഒരിടത്തും ഇല്ല. നവകേരള സദസ്സിലെ പൗരമുഖർക്കൊപ്പം പ്രഭാത ഭക്ഷണത്തിന് ഗംഭീരമായിട്ടുള്ള സദ്യ ഉണ്ടുകൊണ്ട് കാര്യമില്ലല്ലോ. ക്രിസ്മസ് കാലത്ത് മറിയക്കുട്ടി ചേട്ടത്തി ചോദിച്ചതാ, ഈ നല്ലൊരു ക്രിസ്മസ് എനിക്ക് വല്ലതും കഴിക്കണ്ടേ എന്നാ ചോദിച്ചത്. അതാണ് കോടതി പറഞ്ഞത്. എവിടെ എന്താ മറിയക്കുട്ടിക്ക് ജീവിക്കണ്ടേ എന്ന് കോടതി ചോദിച്ചത്. ശ്രീ എൻ ശ്രീകുമാർ, മറിയക്കുട്ടിയിൽ അഭയം തേടുന്ന കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതവിടെ നിൽക്കട്ടെ. പഴയ കോൺഗ്രസിന്റെ പ്രതാപത്തെക്കുറിച്ചും ഓരോ സ്ഥലത്തെയും പ്രത്യേകതകൾ 1-2 ജില്ലകളെ ചൂണ്ടിക്കാട്ടിയും ശ്രീ ജേക്കബ് ജോർജ് നേരത്തെ ചൂണ്ടിക്കാട്ടിയത് ഇപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരുന്നു. പഴയ പ്രതാപമുള്ള കോൺഗ്രസിനെ മറിയക്കുട്ടിയിൽ അഭയം തേടുന്ന കോൺഗ്രസ് എന്ന് പറയുന്നത് എത്രമാത്രം ശുഭോദർക്കമാണ് ആ ഭാവി എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യണ്ടേ? കോൺഗ്രസ് ഈ കണക്കിന് മുന്നോട്ട് പോവുകയാണെങ്കിൽ എവിടെ എത്തിച്ചേരും? BJPയുടെ സ്വരമായി മാറുന്നു എന്ന് സർക്കാർ പറയുമ്പോൾ, പിണറായി വിജയൻ രാഷ്ട്രീയമായി പറയുമ്പോൾ അതിന് മറുപടി തെളിയിക്കാൻ എന്തുണ്ട് കോൺഗ്രസിൻ്റെ കയ്യിൽ? അല്ല, BJP കാര്യത്തിൽ ഞാൻ സ്പീക്കർ ഷംസീറിന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അതിന് ശിവൻകുട്ടിയുടെ മറുപടിയും പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്ന ഗവൺമെന്റ് അല്ലേ? കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ്. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി വളർന്നു വന്നത് ഞാൻ ഊരിപ്പിടിച്ച വാളിനിടയിൽ കൂടെയൊക്കെ ആണെന്നാണല്ലോ മുഖ്യമന്ത്രി പലപ്പോഴും നമ്മളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ പ്രസംഗം നടക്കുന്നതിനിടയ്ക്ക് CPMന്റെ നേതാവായ വാസവൻ പറഞ്ഞത് ദൈവം തന്ന വരദാനമാണെന്നാണ്. അത് ഗോവിന്ദ മാഷക്ക് തിരുത്തേണ്ടി വന്നു. അതാണ് ഈ നവകേരള സദസ്സിലെ പാർട്ടിക്കുള്ളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭിന്നിപ്പ്. അതൊക്കെ ചർച്ചയായില്ലേ ഡോക്ടർ ലാലെ? നമ്മളൊക്കെ കാണാതിരിക്കാൻ പറ്റും. പക്ഷെ അപ്പോഴും നോക്കൂ ശ്രീ എൻ ശ്രീകുമാർ, അപ്പോഴും നോക്കൂ പ്രഭാത യോഗങ്ങളിൽ കാണുന്ന പൊതുസമൂഹത്തിന്റെ പ്രാതിനിധ്യം. അത് മഞ്ചേശ്വരത്ത് അല്ലെങ്കിൽ കാസർഗോഡ് മുസ്ലിം ലീഗിലെ നേതാക്കന്മാരുണ്ടായിരുന്നുവെങ്കിൽ അതിങ്ങനെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ, പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാരെ അടുത്ത ജില്ലകളിൽ കണ്ടെങ്കിൽ, വലിയ പാണക്കാട് കുടുംബത്തിൽ നിന്ന് തന്നെ മലപ്പുറത്ത് ആളുകളെ കണ്ടെങ്കിൽ, പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ വെള്ളാപ്പള്ളിയും ഇന്നിപ്പോൾ അരുവിപ്പുറത്ത് കണ്ട കാഴ്ചയും, ഇങ്ങനെയുള്ള പൊതുസമൂഹത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഇത് വേണം, ഇത് നാടിന് വേണം, നാടിന് വേണ്ടി ഒറ്റക്കെട്ടായി ഈ രാഷ്ട്രീയം മാത്രം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തലതല്ലി പൊളിക്കുന്ന പഴയ രാഷ്ട്രീയത്തെ ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് എതിർക്കുന്നു എന്ന് പറഞ്ഞു. KSUവിൻ്റെ ഇത്തരം രാഷ്ട്രീയമൊക്കെ പഴഞ്ചൻ രീതിയാണ്, അത് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം തന്നെ സംശയം പ്രകടിപ്പിച്ചു. അതൊരു പഴയ രീതിയാണെന്ന് മനസ്സിലാക്കി പുതിയ കേരളത്തിന്, ബദൽ രാഷ്ട്രീയത്തിന് എന്താണ് കേരളത്തിന് വേണ്ടത് എന്ന് അറിയുന്ന നാട്ടുകാർ, പൊതുസമൂഹം ഉണ്ട്. അപ്പോഴും പിണറായിക്ക് കൈയടിക്കാൻ നവകേരള സദസ്സിൻ്റെ ഒരു നേട്ടം അതാണ്. നവകേരള സദസ്സിൽ വന്നിരിക്കുന്ന CPMന്റെ അണികളും അനുഭാവികളും കൈയടിച്ചോട്ടെ, കുഴപ്പമില്ല. ഈ മുഖ്യമന്ത്രി മര്യാദയ്ക്ക് നവകേരള സദസ്സിൽ പ്രഭാത യോഗങ്ങളിൽ CPMന്റെ അണികളാണോ? ഇന്ന് തിരുവനന്തപുരത്ത് ഇന്നലെയോ കണ്ടത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ്, മുൻ പ്രസിഡന്റ്, നെടുമങ്ങാട്ടെ കൗൺസിലർ. എന്റെ ഡോക്ടർ ലാലെ, മുൻ മന്ത്രി TK ഹംസ CPMന്റെ നേതാവായിട്ട് MPയും MLAയുമായി. പക്ഷെ ഇപ്പോഴും CPM പറയുന്ന മുൻ DCC പ്രസിഡന്റ് എന്നാ. അതോടെ നിൽക്കട്ടെ. കാരണം കോൺഗ്രസിൽ ഒരുപാട് പേരുണ്ട്, 1-2 നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നെങ്കിൽ, അല്ല നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവർ കോൺഗ്രസ്സുകാരല്ല, അവർ കോൺഗ്രസിന് പുറത്തു പോകും. അത്ര വിഷയമുള്ളൂ, അല്ലാണ്ട് അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പൊ ശ്രീകുമാരൻ എല്ലാവരെയും പുറത്ത് കളഞ്ഞാൽ എത്ര പേരാണെങ്കിലും പുറത്ത് കളയുന്നു. ശ്രീ MM ഹസനൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇത്രയും പേരെയൊക്കെ കളഞ്ഞാൽ കോൺഗ്രസിന്റെ അവസ്ഥ. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയം പറഞ്ഞു പോകലല്ല, രാഷ്ട്രീയ നിരീക്ഷണം കൂടി നടത്തി നോക്കലാണ്. അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നവകേരള സദസ്സ് ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് തുടങ്ങിയ സദസ്സ് അവസാനം ഒരു കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് നാളെ സമാപിക്കുമ്പോൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് നവകേരള സദസ്സിൽ എത്ര പരാതി കിട്ടി, എത്ര പരിഹരിച്ചു എന്നുള്ളതല്ല. അവിടെ പറയുന്നത് പ്രതിപക്ഷത്തിന്റെ യുവജന രോഷം ആളിക്കത്തി, പ്രതിപക്ഷം മേൽക്കൈയെടുത്തു എന്നാണ് ചർച്ച. ആ രോഷത്തിന്റെ കാരണമാണ് ഞാൻ അന്വേഷിച്ചത്. എന്തിനീ രോഷം? ജനസമ്പർക്കമായി ജനങ്ങളുടെ മുമ്പിൽ നിന്ന് കേരളത്തിൻ്റെ ശബ്ദം പറയാൻ ശ്രമിക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും വന്ന് ജനങ്ങളോട് സംവദിക്കുമ്പോൾ നിങ്ങളും വരൂ, നിങ്ങളുടെ മണ്ഡലത്തിൽ നിങ്ങൾ തന്നെ അധ്യക്ഷത വഹിക്കൂ, നിങ്ങൾക്ക് പറയാനുള്ളത് പറയൂ, സർക്കാരിന് എന്തെങ്കിലും ചൂണ്ടിക്കാട്ടാനുണ്ടെങ്കിൽ പറയൂ എന്ന് മന്ത്രിമാർ പറയുമ്പോൾ, മുഖ്യമന്ത്രി പറയുമ്പോൾ അത് പറയാതെ രോഷം പ്രകടിപ്പിക്കുന്നു. ഞങ്ങളാണ് നല്ല രോഷം പ്രകടിപ്പിച്ചത്, ഞങ്ങൾ മുട്ടയ്ക്കകത്ത് മുളക് വെച്ചെറിഞ്ഞു എന്നൊക്കെ കാണിച്ച് എന്താണ് സാർ ജനങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്? ഇത് ആരംഗീകരിക്കുമെന്നാണ്? ഇത് ഏത് കാലം എന്നാണ് ശ്രീ ജേക്കബ് ജോർജ് ഇപ്പോൾ ചോദിച്ചത്? അഡ്വക്കേറ്റ് ലിജീഷ്, മന്ത്രിമാരൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രസംഗിക്കുന്നു, നവകേരള സദസ്സിൽ ജനങ്ങളോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു വാക്ക് പോലും നമുക്ക്
മാറ്റിവെക്കാൻ പറ്റാത്ത രീതിയിൽ പ്രതിപക്ഷത്തിനെ പ്രകോപിപ്പിക്കുന്നുണ്ട്. അവർ മറുപടിയുമായി എത്താൻ ശ്രമിക്കുന്നുണ്ട്. അവർക്കൊരു ആവേശം ഉണ്ടാക്കി കൊടുത്തു, അവരുടെ രോഷം വല്ലാതെ ഉയർത്തി എന്നൊക്കെയാണ് ശ്രീ എൻ ശ്രീകുമാർ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത്. ഇന്നിപ്പോൾ റിയാസ് പറഞ്ഞ മുഹമ്മദ് റിയാസ് മന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, പ്രതിപക്ഷ കസേരയിൽ മൂന്നാമത്തെ ആളിനെ കണ്ടുവെക്കേണ്ടി വരും കോൺഗ്രസ്സിന് എന്നാണ്. ആ ആത്മവിശ്വാസം എങ്ങനെ വരുന്നതാണ്? അല്ല, നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് റിയാസ് ഇന്ന് പ്രസംഗത്തിൽ നിരവധിയായ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുഹമ്മദ് റിയാസിൻ്റെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു, ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ് പറഞ്ഞത്. ഈ പറയുന്ന KSU എന്ത് മുദ്രാവാക്യമാണ് ഏറ്റെടുക്കുന്നത്, യൂത്ത് കോൺഗ്രസ് എന്ത് മുദ്രാവാക്യം ഏറ്റെടുക്കുന്നത്, ഇതെല്ലാം ഈ നവകേരള സദസ്സിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിലേക്ക് മറ്റുള്ള കാര്യം സൂചിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതിനകത്ത് മറുപടി പറയേണ്ട വിഷയമുണ്ട്. അതിലൊന്ന്, നമ്മുടെ പെൻഷൻ കാര്യത്തിനകത്ത് ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുകയാണ്, ഈ പറയുന്ന ക്ഷേമ പെൻഷനകത്ത് UDF ഭരിക്കുന്ന സമയത്ത്, UDF ഇവിടെ മാറി മാറി ഭരിക്കലുണ്ടല്ലോ, എത്ര പൈസയാണ് വർദ്ധിപ്പിച്ചത്? ഈ പറയുന്ന LDF ഗവൺമെൻറ് അല്ലേ ഇപ്പോൾ 1600 എത്തിച്ചത്? ഈ പറയുന്ന 1600 നിങ്ങൾ ഭരിക്കുന്ന സമയത്ത്, ആ സമയത്ത് 1600 ഇല്ല, ഭരിക്കുന്ന സമയത്ത് നേരത്തെ ഡോക്ടർ ലാൽ പറഞ്ഞതുപോലെ എത്ര മാസമാണ് കുടിശ്ശികയാക്കി വെച്ചത്? ഇപ്പോൾ ഈ കോടതിയുടെ പരാമർശം വന്നു എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുകയാണ്. ഈ പറഞ്ഞ കോടതി പറഞ്ഞിട്ടല്ല ഞങ്ങൾ 1600 രൂപയാക്കിയത്, കോടതി പറഞ്ഞിട്ടല്ല ഞങ്ങൾ ഘട്ടം ഘട്ടമായി ഇത് വർദ്ധിപ്പിച്ചത്. ഞങ്ങൾ ഈ പറയുന്ന പാവങ്ങളോട് കൂടെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഘട്ടം ഘട്ടമായി LDF ഗവൺമെൻറ് ഈ പറയുന്ന പണം വർദ്ധിപ്പിച്ചത്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ? എന്നിട്ട് ഈ പറയുന്ന തെറ്റായ പ്രചരണങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ ഇത് പരിഹാസ്യരാകണം. ഇതിൻ്റെ അനുഭവസ്ഥരാണ്, ഇത് വാങ്ങുന്നവരാണ്, ഇത് കേൾക്കുന്ന ആളുകൾ, ഈ ചർച്ചയിൽ ഉൾപ്പെടെ കേൾക്കുന്ന ആളുകൾ UDF കാലത്തും LDF കാലത്തും ഈ പറഞ്ഞ ക്ഷേമ പെൻഷൻ വാങ്ങിയവരാണ്. അവരോടാണ് നിങ്ങൾ ഇത്തരത്തിൽ പരിഹാസ്യമായ കാര്യങ്ങൾ പറയുന്നത്. ഈ സപ്ലൈകോൻ്റെ കാര്യം നോക്കൂ. സപ്ലൈകോ നിങ്ങൾ ഈ പറയുന്ന ഓണത്തിന് മുമ്പ് പൂട്ടും എന്നാണ് UDF വ്യാപകമായി പ്രചരിപ്പിച്ചത്. ഒരു സാധനവും ഇല്ല, എല്ലാം പൂട്ടാൻ പോവുകയാണ്, താഴിട്ട് പൂട്ടുകയാണ് എന്ന് നിങ്ങൾ പ്രചരിപ്പിച്ചില്ലേ? ഈ പറയുന്ന സപ്ലൈകോനകത്ത് വിലവർദ്ധനം ഉണ്ടായോ? ഈ പറയുന്ന പൊതുവിപണിയെപ്പോലും ഈ പറയുന്ന വലിയ വിലവർദ്ധനയിൽ പോവാതെ പിടിച്ചു നിർത്തിയത് സപ്ലൈകോ അല്ലേ? അവിടെ വില വർദ്ധിപ്പിച്ചില്ലല്ലോ. ഈ പറയുന്ന ഓണത്തിന് പൂട്ടെന്ന് പറഞ്ഞിട്ട് അവസാനം ഓണം സമൃദ്ധമായിട്ട് ഇവിടെ ആഘോഷിച്ചില്ലേ? അതുകൊണ്ട് ഏത് ആഘോഷഘട്ടം വന്നു കഴിഞ്ഞാലും ഒരു സംശയവും വേണ്ട, സപ്ലൈകോനകത്ത് കൃത്യമായ സാധനങ്ങൾ ഉണ്ടാവും, ആളുകളത് വാങ്ങും, തൃപ്തി അടയും, യാതൊരു പ്രയാസവും ഇല്ല. ഈ തെറ്റായ പ്രചരണം നടത്തും നിങ്ങൾ പരിഹാസ്യരാകും എന്നത് മാത്രമേ ഇതിനകത്ത് വരാൻ വേണ്ടി പോകുന്നുള്ളൂ. ശ്രീ എൻ ശ്രീകുമാർ, ഈ പ്രതിപക്ഷം ഏത് തരത്തിൽ ഇതിനെ വിശദീകരിച്ചാലും പ്രതിപക്ഷത്തിൻ്റെ വീഴ്ചകൾ പറയണമെന്ന് ആഗ്രഹിച്ച ഒരു സദസ്സല്ല ഇത്, നവകേരള സദസ്സല്ല. മുഖ്യമന്ത്രി അത് ഇന്നും പറഞ്ഞു. അങ്ങനെ അത് പറയിക്കുകയാണ്, ഓരോന്നും പറഞ്ഞ് പ്രകോപിപ്പിച്ച് നിങ്ങൾ ഓരോരുത്തരും കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, ഞാൻ ഉദ്ദേശിച്ചത് കോൺഗ്രസ്സുകാർ കാണിച്ചു കൂട്ടുന്ന, നേതാക്കൾ കാണിച്ചു കൂട്ടുന്ന പല കാര്യങ്ങളും അടുത്ത ദിവസത്തേക്കുള്ള വകയാണ്, പ്രസംഗത്തിൽ അതുകൂടി പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഡോക്ടർ ലാലെ, ഇത് പ്രതിപക്ഷം ആദ്യമേ തന്നെ നവകേരള സദസ്സിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിരുന്നു. യൂത്ത് കോൺഗ്രസും KSUവും ഒക്കെ ഇവർ ഈ മുദ്രാവാക്യം ഉണ്ടോ? അല്ല, അത് എന്തുകൊണ്ട് പങ്കെടുക്കില്ല എന്നാണ്? പങ്കെടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നില്ലേ? അല്ല, അതിപ്പോ KK ശൈലജ ടീച്ചറോടും അതുപോലെ നമ്മുടെ തോമസ് ചാഴിക്കാടനോടും ഒക്കെ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ MLA മുകുന്ദനോട് ചോദിച്ചാൽ മതി. വേദിയിൽ ഇരുത്തിയിട്ട് അവരെ പരിഹസിച്ചില്ലേ മുഖ്യമന്ത്രി? പിന്നെ UDFകാർക്ക് എന്ത് ചെയ്യാനാ? മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന നവകേരള സദസ്സിൽ ഒരു പരാതിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വാർത്തകൾ നിരന്തരം വരികയല്ലേ? ഒറ്റ മിനിറ്റ് അതിലൊരു ക്ലാരിഫിക്കേഷൻ ശ്രീ ലിജീഷിൽ നിന്ന് വേണം. ഇത് പലതവണ പല ചർച്ചകളിൽ ശ്രീ എൻ ശ്രീകുമാർ ചൂണ്ടിക്കാട്ടിയ കാര്യമാണ്. KK ശൈലജ ടീച്ചർ, തോമസ് ചാഴിക്കാടൻ, ഇവരൊക്കെ അവരെയൊക്കെ കണ്ടാണ്, അല്ലെങ്കിൽ അതൊക്കെ മുൻകൂട്ടി കണ്ടാണ് MLAമാർ, UDF MLAമാർ വരണ്ടാന്ന് വിചാരിച്ചത്, ബഹിഷ്കരിച്ചതെന്നാണ്. ലിജീഷ്, ചെറിയൊരു മറുപടി. ഇതൊക്കെ യഥാർത്ഥത്തിൽ പരിഹാസ്യല്ലേ ഈ പറയുന്നത്? നിങ്ങൾ നോക്കും, നമ്മൾ നവകേരള മാർച്ച് പ്രഖ്യാപിച്ചത് മുതൽ ഏറ്റവും ആദ്യം തന്നെ VD സതീശൻ പറഞ്ഞ എന്താ, ഞങ്ങൾ ഇതുമായി സഹകരിക്കില്ല. നവകേരള മാർച്ച് എന്ന CPMന്റെ രാഷ്ട്രീയ പരിപാടിയല്ല, അത് ബഹുജന സമ്പർക്ക പരിപാടിയാണ്, സർക്കാർ പരിപാടിയാണ്. അതിന് നേതൃത്വമായി ഈ പറയുന്ന UDFന്റെ MLAമാർ ഉൾപ്പെടെ പലയിടങ്ങളിൽ വരേണ്ടതായിരുന്നു. കാരണം ജനങ്ങളുടെ പരാതികൾ വരുന്നതാണ്, അതിൻ്റെയൊക്കെ നേതൃത്വമായി മാറേണ്ടതല്ലേ? പക്ഷെ അവരതിൽ പങ്കെടുത്തില്ല. ഈ പറയുന്നതിന് തെറ്റായ പ്രചരണം നടത്തുകയാണ്. MLAമാർ അധിക്ഷേപിച്ചു. ആരെങ്കിലും ഇതിൽ പരാതി പറയുന്നുണ്ടോ? എന്ത് അതിക്ഷേപമാണ് മുഖ്യമന്ത്രി നടത്തി? ഒരു അധിക്ഷേപവും നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു പരാതി ആർക്കും ഇല്ല. അതൊക്കെ ആ രൂപത്തിൽ തന്നെ എല്ലാവരും എടുക്കുന്നുള്ളൂ. പിന്നെ ഈ പറയുന്ന, ഞാൻ ഇതിനകത്ത് വരുന്ന വേറൊരു കാര്യം, നേരത്തെ ഡോക്ടർ ലാൽ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്.
ഈ പറയുന്ന BJP-ക്കെതിരായി എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ ഇവരെവിടെയെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ നവകേരള സദസ്സ് എന്നുള്ളത് BJP-ക്കെതിരായ കേന്ദ്ര ഗവൺമെന്റിനെതിരായ സമീപനത്തിന്റെ കൂടി ഭാഗമല്ലേ? കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് അർഹമായ കാര്യങ്ങൾ പിടിച്ചു വെക്കുന്നതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം കൂടിയല്ലേ? അതിനകത്ത് UDF-ന്റെ നിലപാടെന്താ? നേരത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞു ഇവരോട്, നിങ്ങൾ നമുക്ക് അർഹമായത് വാങ്ങിയെടുക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പോരാടിക്കൂടെ? നിങ്ങൾക്ക് ഇവിടെ MP-മാരുണ്ട്, നമുക്ക് പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ ഇവരുടെ പ്രതികരണം എന്താ? ഇതിനകത്തൊന്നും വരാൻ കഴിയില്ല, നിങ്ങളുമായിട്ട് ഒരു യോജിപ്പില്ല എന്നാണ് ഇവർ പറഞ്ഞുകൊടുത്തത്. ശ്രീകുമാർ അതാണ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് താങ്കൾ നേരത്തെ പറഞ്ഞതിനുള്ള മറുപടി ശ്രീ ലിജീഷ് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ BJP-യുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. അത്രമാത്രം BJP-യോട് നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യം, KPCC പ്രസിഡന്റ് എന്തുകൊണ്ട് നല്ല RSSകാരെ എടുക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് താങ്കൾ തൊട്ടില്ല, ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഇപ്പോൾ ലിജീഷ് ചോദിക്കുകയാണ്, UDF MP-മാരുടെ ശബ്ദം കേരളത്തിന് വേണ്ടി പാർലമെൻറ്റിൽ ഉയരാതിരുന്നു, ഇത്രയും ദിവസമില്ലായിരുന്നു. പക്ഷെ അപ്പോഴും ഈ സമരങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും ഒക്കെ കേന്ദ്രത്തിനെതിരെ അല്ല, BJP-ക്കെതിരെ അല്ല, കേരളത്തിന് വേണ്ടിയിട്ടല്ല. അതായത് കേരളത്തിന്റെ GST വിഹിതം കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അത് NK പ്രേമേന്ദ്രൻ തന്നെ ലോക്സഭയിൽ ഉന്നയിച്ചത്. അപ്പൊ കേരളത്തിലെ CPM പറഞ്ഞു കേരള ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ചോദ്യം ചോദിച്ചത്. അവസാനം ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞു കണക്ക് കൊടുത്താൽ പണം കൊടുക്കാവുന്ന. കേരളം കണക്ക് കൊടുത്തു, പണവും കിട്ടി. പ്രേമേന്ദ്രനാണ് ആ പണം കേരളത്തിൽ വാങ്ങിച്ചു കൊടുത്തത്, അല്ലാണ്ട് ആലപ്പുഴയിലത്തെ ഒരു MP മാത്രം അയാൾ ആരിഫ് അല്ല, പ്രേമേന്ദ്രൻ RSPയിലെ പ്രേമേന്ദ്രനാണ് വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ BJP വിരുദ്ധം നിങ്ങൾ പറയുന്നത് ആരെ കുറിച്ച് പറയുന്നത്? കോൺഗ്രസിനെ കുറിച്ചോ? രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും നടത്ത പോരാട്ടങ്ങൾ കാണുന്നില്ലേ നിങ്ങളാരും? ഇവിടെ കേരളത്തിൽ ഗവർണർക്കെതിരെ പോരാട്ടം നടത്തിയത് ഇന്ന് രാജ്ഭവനിലെ കോൺഗ്രസ് MP-മാരല്ലേ, മറന്നുപോയോ? ഇവിടെ കത്തെഴുതിയിരിക്കുക. അല്ല, അത് UDF-ലെ MP-മാർക്ക് സസ്പെൻഷൻ കിട്ടിയതുകൊണ്ട് ഇന്നിപ്പോ രാജ്ഭവനിൽ ഒരു മാർച്ച്. പക്ഷെ ആ രാജ്ഭവനിലേക്കുള്ള മാർച്ച് നടക്കേണ്ടിയിരുന്നത് കുറച്ചുകൂടി ദിവസങ്ങൾക്ക് മുമ്പല്ലേ, അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം നടക്കണ്ടേ? നമുക്ക് കിട്ടേണ്ട വിഹിതം കിട്ടാത്തപ്പോൾ നടന്നില്ലല്ലോ. UDF അങ്ങനെ ഒരു പാർലമെന്റ് അംഗങ്ങളുടെ ഒരു മാർച്ച് നടത്തിയില്ലല്ലോ ഇവിടെ. അതെന്തുകൊണ്ട്? UDF അംഗത്തിൽപ്പെട്ട TM പ്രതാപൻ ലോക്സഭയിൽ ഒരു ചോദ്യം ഒരു നോട്ടീസ് കൊടുത്തു, എന്ത് ചർച്ച ചെയ്യാനായിട്ട് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രം ഞെരുക്കുന്നു. അപ്പോഴാണ് കേരളത്തിന്റെ കാപട്യം പുറത്തു വരാനിരുന്നത്. പക്ഷെ പുറത്തു വന്നില്ല. ഉദാഹരണം പറയാം, ഹൈക്കോടതിയിലെ കുട്ടികളുടെ ഉച്ചക്കഞ്ഞി കാര്യത്തില് കേന്ദ്രം സഹായിക്കാത്തത് കൊണ്ട് പണം കൊടുക്കാൻ പറ്റുന്നില്ലെന്ന് കേരള ഗവൺമെന്റ് ബോധിപ്പിച്ചു. അപ്പൊ കോടതി വന്നൊരു കാര്യം ചെയ്യൂ, അത് ചീഫ് മിനിസ്റ്റേഴ്സ് ഉച്ചക്കഞ്ഞി എന്നാക്കാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ തിരിച്ചു പറഞ്ഞു അതുകൊണ്ടല്ല, കാരണം ഹെഡ്മാസ്റ്റർമാര് കണക്ക് തരാത്തതുകൊണ്ടാണ്. ഇതാണ് കേരള പലപ്പോഴും കേന്ദ്രം പറയുന്നതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഒരു പ്രശ്നം ആരോഗ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾ ആരും ഇപ്പോഴും കണ്ടിട്ടില്ല. ഈ ആശുപത്രികളുടെ പേര് മന്ദിർ ആക്കണം, നരേന്ദ്രമോദിയുടെ പടം വെക്കണം, ആശുപത്രികളുടെ നിറം മാറ്റി കാവിയടിക്കണം. ഇതില്ലാത്തതുകൊണ്ട് ആശുപത്രികൾക്ക് പണം കൊടുക്കുന്നില്ല. ഏപ്രിൽ മുതൽ ഇതുവരെ പൈസയില്ല ആശുപത്രികൾക്ക്. ഇതറിഞ്ഞോ കോൺഗ്രസ്സുകാർ? ആരെങ്കിലും പ്രതികരിച്ചോ? അതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരമില്ല സർ, അതിന് മറുപടിയില്ല. നവകേരള സദസ്സ് മഞ്ചേശ്വരം മുതൽ ഇത് തിരുവനന്തപുരത്തിൻ്റെ ഇങ്ങേ അറ്റം വരെ എത്തിയിരിക്കുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണെന്നറിയോ? എല്ലാ പ്രസംഗവും അവസാനിക്കുന്നത് കേന്ദ്രത്തിൻ്റെ അവസാനിക്കുന്നതല്ല, കണക്കുകൾ കൃത്യമായി പറയുന്നുണ്ട്. 57,000 ചില്ലറ കോടി എന്നുള്ളത് ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ നാവിൻ തുമ്പത്തുണ്ട്. അതിൻ്റെ മറ്റ് കണക്കുകൾ മുഖ്യമന്ത്രി പറയുന്നുണ്ട് 1 ലക്ഷത്തിൽ പരം കോടിയാണ്. ആ കോടികൾ കേരളത്തിന് കിട്ടാനുള്ളതാണ്. അത് വാങ്ങിച്ചെടുക്കാൻ TN പ്രതാപന് ഒരു കടലാസ് കൊടുത്തു എന്നുള്ള ഉത്തരമല്ല സർ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിന് വേണ്ടി ഒറ്റ കെട്ടായി അതിനുവേണ്ടി സസ്പെൻഷൻ വാങ്ങിയിരുന്നെങ്കിൽ ഇതൊക്കെയാണ് എല്ലാവരുടെയും സ്വപ്നം. ഇപ്പോൾ ഡോക്ടർ ലാലെ, കേരളത്തിലെ ഗവൺമെന്റിന്റെ ധൂർത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം കൊടുക്കണം, എന്നിട്ട് മാത്രമേ UDF സഹകരിക്കുള്ളൂ. ആര് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് കോൺഗ്രസ് ഇപ്പോൾ കേരളത്തെ കൊണ്ട് പറയിക്കാൻ നിൽക്കുന്നത്. നവകേരള സദസ്സ് തുടങ്ങുമ്പോൾ ചോദിച്ചു, ആ ചോക്ലേറ്റ് ബസ് 2 കോടി രൂപ ചെലവാക്കി, അതിനുശേഷം ചെലവ് പറയൂ. കാസർഗോഡ് നവകേരള സദസ്സിന് ചെലവായ തുക ചോദിച്ചിട്ട് ഉത്തരവില്ല. നമ്മുടെ നമ്മളുടെ എന്താണ് വിവരാവകാശ നിയമപ്രകാരം ഉത്തരം കൊടുക്കുന്നില്ല. ലിജീഷ്, അതിനൊരു മറുപടി ഞാൻ ശ്രീ ജേക്കബ് ജോർജിലേക്ക് പോയി ചർച്ച അവസാനിപ്പിക്കും. അതിനു മുമ്പ് ശ്രീ ലിജീഷ്, ധൂർത്താണത്രേ, ധൂർത്ത് എന്തെങ്കിലും തരത്തിലുള്ള ധൂർത്ത് കണക്ക് ചെലവഴിക്കാണ്.
ഇതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന UDF. ഞാൻ പറയട്ടെ, ബസ്സിന്റെ കാര്യം നിങ്ങൾ ഏറ്റവും ആദ്യം ഉന്നയിച്ചില്ലേ. ഈ കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചില്ലേ? നിങ്ങൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ പ്രത്യേക ക്യാബിനറ്റ്, ചൈനയിൽ നിന്നിറക്കിയ കസേര, അങ്ങോട്ടും ഇങ്ങോട്ടും കയറാൻ വേണ്ടി ലിഫ്റ്റ് സൗകര്യങ്ങൾ, ഇതുപോലെ മന്ത്രിസഭ ചേരാനുള്ള പ്രത്യേക സംവിധാനങ്ങൾ, അതിനകത്ത് ടോയ്ലറ്റും മറ്റു എല്ലാം നിങ്ങൾ പ്രചരിപ്പിച്ചില്ലേ? എന്നിട്ട് അവസാനം ബസ് വന്നപ്പോൾ ആളുകൾക്ക് ബോധ്യമില്ല ഈ കാര്യങ്ങളെല്ലാം. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട, ഇത് വലിയ തമാശയാണ്, ഈ NK പ്രേമചന്ദ്രൻ പറഞ്ഞുകൊണ്ടാണ് ഈ പൈസ മുഴുവൻ കിട്ടിയതെന്നാണ് പറയുന്നത്. കള്ള വിവരങ്ങൾ അടിസ്ഥാനത്തിൽ പാർലമെന്റിനകത്ത് ചർച്ച നടത്തിയിട്ട് അതിന്റെ മറുപടിയാണ് നിർമ്മല സീതാരാമൻ കൊടുത്തത്. ഇത് ഡോക്ടർ ലാൽ പറഞ്ഞ ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. ഇത് BJP പറയുന്നത് പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ കിട്ടാനുള്ള കണക്ക് നിങ്ങൾ GST വീതത്തിൽ ഇനിയും കിട്ടാൻ കിടക്കുകയാണ്. ഈ പറയുന്ന UGCയുടെ ശമ്പള കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് 750 കോടി ഇപ്പം കിട്ടാൻ കിടക്കുകയാണ്. ഈ പറയുന്ന നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് 790 കോടി ഇപ്പം കിട്ടാൻ കിടക്കുകയാണ്. ഒരു യോജിച്ചിട്ടുള്ള പ്രക്ഷോഭം നടത്തണം എന്ന് കേരളത്തിനകത്തെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ എന്തിനാണ് അതിൽ നിന്ന് മാറി ഞങ്ങൾ അതിനില്ല എന്ന് BJPയെ സഹായിക്കുന്ന രൂപത്തിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത്? ഒറ്റക്കെട്ടായി പോരാടുമ്പോഴല്ലേ നമുക്ക് അതിനനുസരിച്ചുള്ള ഗുണം കിട്ടാൻ വേണ്ടി പോകുന്നത്. നിങ്ങളെവിടെ MP-മാരായി ജനങ്ങൾ തെരഞ്ഞെടുത്തും കേരളത്തിന് വേണ്ടിയുള്ള ആവശ്യങ്ങൾ വാങ്ങിയെടുക്കാനല്ലേ, അല്ലാതെ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ. ഈ കേരളത്തിന്റെ ശബ്ദമായി പാർലമെന്റിനകത്ത് ശബ്ദിക്കാനല്ലേ നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അതിനനുസരിച്ച് പ്രവർത്തനം നിങ്ങൾ നടത്തിയോ? ഈ കേരളത്തിലെ മുഖ്യമന്ത്രി നിരവധി തവണ MP-മാരെ യോഗം വിളിച്ചു ചേർത്തില്ലേ? അതിനകത്തെല്ലാം തീരുമാനമാക്കി വിടുന്ന സമയത്ത് അതിൽ ഒപ്പിടാൻ പോലും, യോജിച്ച പ്രമേയത്തിനകത്ത് ഒപ്പിടാൻ പോലും നിങ്ങൾ തയ്യാറായോ? ഈ രാഹുൽ ഗാന്ധി സമരവും പ്രക്ഷോഭവും സോണിയാഗാന്ധി നയിക്കുന്നുണ്ടെന്നൊക്കെയാണ് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത്. രാഹുൽ ഗാന്ധി എവിടെയാ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്? ഈ കേരളത്തിനകത്തു നിന്നാണ് മത്സരിച്ചിട്ടുള്ളത്. ഈ കേരളത്തിൽ വന്ന് മത്സരിക്കുകയാണ് BJPക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട്. അതല്ലേ നിങ്ങളുടെ വാസ്തവം? ഉത്തരേന്ത്യയിൽ നിന്ന് പാഞ്ഞ് ഇങ്ങോട്ട് പോകുന്നതല്ലേ? ശരി, ഞാൻ ശ്രീ ജേക്കബ് ജോർജിലേക്ക് പോവുകയാണ്. എന്തെങ്കിലും അതിനോട് പ്രതികരിക്കാൻ ശ്രീ N. ശ്രീകുമാറിനുണ്ടെങ്കിൽ ഞാൻ 1 മിനിറ്റോ അതിൽ താഴെയൊക്കെ അങ്ങോട്ടേക്ക് വരാം, ഞാൻ ശ്രമിക്കാം. ശ്രീ ജേക്കബ് ജോർജ്, ഇതാ കണ്ടല്ലോ, ഇതാണ് നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ കേട്ട കാര്യങ്ങളിലേക്ക് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ചർച്ച എത്തിച്ചിരിക്കുന്നു നവകേരള സദസ്സ്. ഇതിനപ്പുറമുണ്ട്. താങ്കൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുറേ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യാനുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട് കേരളം. അതാണ് നവകേരള സദസ്സിന് മുൻപുള്ള കേരളത്തിൻ്റെയും ഇപ്പോഴത്തെ കേരളത്തിൻ്റെയും പ്രത്യേകത, വ്യത്യാസം. അല്ല, എന്തൊക്കെ പറഞ്ഞാലും ശരി, മുഖ്യമന്ത്രിക്കും കേരളത്തിൻ്റെ മന്ത്രിസഭയ്ക്കും നവകേരള യാത്ര കൊണ്ട് പ്രത്യേക ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് അങ്ങേയറ്റം പോസിറ്റീവായിട്ടുള്ള കേരളത്തെ അതിൻ്റെ വളർച്ചയിൽ, അതിൻ്റെ പുരോഗതിയിൽ അടുത്ത ഘട്ടത്തിലേക്ക് എങ്ങനെ എത്തിക്കാം, എന്നത്തേക്ക് എത്തിക്കാം, അങ്ങനെയൊക്കെയുള്ള ലക്ഷ്യം വെച്ചും കൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു ഇത് എന്ന കാര്യത്തിൽ അതൊരു പ്രഖ്യാപിതമായ ലക്ഷ്യമായിരുന്നു. അത് എത്ര കണ്ട് വിജയിച്ചു എന്നുള്ളത് വേറെ കാര്യം, അത് നമുക്ക് അസസ് ചെയ്യുന്നത് വേറൊരു ഘട്ടത്തിൽ. പക്ഷേ ഈ ഒരു ലക്ഷ്യമായിരുന്നു. അതിനെ എന്തുകൊണ്ട് പ്രതിപക്ഷം എതിർത്തു? ഞാൻ പറയും അത് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയം. ഞാനതിനെ ന്യായീകരിച്ചു ആദ്യം. ഈ യാത്രയിലുടനീളം നടന്ന ചർച്ചകളിലൊക്കെ ഞാൻ ആ രാഷ്ട്രീയം, അത് രാഷ്ട്രീയമാണ്, പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയമാണ്, എതിർപ്പിൻ്റെ രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അതിനെ ന്യായീകരിച്ചത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അതിന് മുട്ട എറിയണോ ശ്രീകുമാർ? അതിന് ഷൂ എറിയണോ? അത് എത്രമാത്രം വികലമായ ഒരു സമര രീതിയാണ്. അല്ല, അവർക്ക് കുറ്റവിചാരണ സദസ്സുണ്ടല്ലോ ശ്രീ ജേക്കബ് ജോർജ്, അത് നടത്താൻ മര്യാദയ്ക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റിയില്ല. അതെ, ഞാനതാണ് പറയുന്നത്. അത് ഇത്തരം കാര്യങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഇതാണോ വേണ്ടത്, അതോ പ്രചാരണമാണോ വേണ്ടത്? ഇന്നത്തെ കേരളത്തിൽ എന്നല്ല, ലോകത്തെമ്പാടും വാർത്താമാധ്യമങ്ങളുടെ ശക്തി വർദ്ധിച്ചിരിക്കെ പ്രചാരണത്തിന് ഇഷ്ടംപോലെ മാധ്യമങ്ങൾ, ഇഷ്ടംപോലെ ചാനലുകൾ ഉണ്ടായിരിക്കെ ഒരു ഷൂസ് എറിയണോ ജനങ്ങളെ ബോധിപ്പിക്കാൻ ഇത് തെറ്റാണെന്ന്? എൻ്റെ ചോദ്യം അതാണ്. ഇത് 1958 അല്ല, 58-ലാണ് ഒരണ സമരം. ആ ഒരണ സമരത്തിലൂടെയാണ് KSU വളരാൻ തുടങ്ങിയത്, ജനിച്ച് വളരാൻ തുടങ്ങിയത്. 72-ലെ വിദ്യാഭ്യാസ സമരം, KSU നേതൃത്വം കൊടുത്ത സമരം, ഐതിഹാസികമായ സമരങ്ങളാണ്, ചരിത്രത്തിൻ്റെ വലിയ ഏടുകളാണ്. പക്ഷേ അതുപോലെയുള്ള സമരങ്ങൾ അല്ല വേണ്ടത്, പ്രചാരണമാണ് വേണ്ടത്. ആ പ്രചാരണം ഇപ്പോൾ നോട്ടില്ല, കേരളത്തെക്കുറിച്ച് ഒത്തിരി നെഗറ്റീവ് പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ഡൽഹിയിൽ തുടങ്ങി ഇങ്ങ് കേരളത്തിലുമൊക്കെ നടക്കുന്നുണ്ട്. അതല്ല ശരിക്കും പറഞ്ഞാൽ കേരളത്തിനാവശ്യം. കേരളത്തിൽ പട്ടിണിയുടെ ഒരു ഇൻഡെക്സ് ഈയിടെ കണ്ടു. എന്താണ് ഇവിടുത്തെ ദാരിദ്ര്യം? ഇന്ത്യ മഹാരാജ്യത്തെ സംസ്ഥാനങ്ങളിൽ ഗുജറാത്തിലെ 2 നേതാക്കന്മാരാണല്ലോ ഇന്ത്യ ഭരിക്കുന്നത്. ഇന്ത്യയുടെ ഭരണം അവരുടെ കൈക്കുമ്പിളിലാണല്ലോ. ആ 2 നേതാക്കന്മാരുടെ ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ എത്ര പട്ടിണി, ദാരിദ്ര്യം എത്ര കണ്ട്. ഉത്തർപ്രദേശ്,
യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന BJP ഭരിക്കുന്ന ഭരണത്തുടർച്ച നേടിയ ഉത്തർപ്രദേശിൽ എന്താണ് പട്ടിണി? കേരളത്തിൽ അത് പിണറായി വിജയൻ്റെ നേട്ടമാണെന്നല്ല ഞാൻ പറഞ്ഞത്, മാറി മാറി വന്ന സർക്കാരുകളുടെ നേട്ടം തന്നെയാണ്. സംശയമൊന്നുമില്ല, എനിക്കത് പറയാൻ യാതൊരു മടിയുമില്ല ശ്രീകുമാർ. പക്ഷേ ഇതൊക്കെ നമ്മൾ എടുത്തു കാണിക്കണ്ടേ? ഇതിനു വേണ്ടിയുള്ള ഈ നിലയിൽ നിന്ന് കേരളത്തെ മുന്നേക്ക് നയിക്കാൻ വേണ്ടി പിണറായി വിജയനും സംഘവും നടത്തുന്ന യാത്രയെ മുട്ടയെറിഞ്ഞും ഷൂ എറിഞ്ഞുമാണോ നേരിടേണ്ടത് എന്നുള്ള ഒരു ചോദ്യം ഞാൻ വിനീതമായിട്ട് ഉന്നയിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്തായാലും നവകേരളത്തിൽ പ്രതിപക്ഷവും ഇങ്ങനെ ആയിരിക്കരുത് എന്ന് തന്നെയാണ് ഈ നവകേരള സദസ്സിൻ്റെ ഒടുവിൽ ജനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവരുടെ ചർച്ചകളിൽ വരുന്ന ഒരു കാര്യം. അവിടെ പ്രതിപക്ഷത്തിന് വരേണ്ട മാറ്റത്തെക്കുറിച്ച് അവർ സ്വയം നവീകരിച്ച് മാറിയില്ലെങ്കിൽ നഷ്ടം കേരളത്തിന് കൂടിയാണ് എന്നാണ് മുഖ്യമന്ത്രി തന്നെ പറയാൻ ശ്രമിക്കുന്നത്. അത് കേൾക്കാതെ നിരത്തിൽ പെർഫോമൻസ് നടത്താൻ ഇറങ്ങുന്നവർ, അത് കോൺഗ്രസ്സുകാരാണെങ്കിൽ അവർ BJPയുടെ സ്വരമാണ് ആവർത്തിക്കുന്നത് എന്ന് മുഖ്യമന്ത്രിയും കൂട്ടരും പറയുമ്പോൾ ജനം അത് കേൾക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദ് റിയാസ് എന്ന് ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രതിപക്ഷത്തിന് മൂന്നാമതും ഒരു നേതാവിനെ പ്രതിപക്ഷത്തിരിക്കാൻ കണ്ടുപിടിക്കേണ്ട ഗതികേടിലേക്ക് പോകേണ്ടി വരും.